2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 11 മുതൽ. നമ്മൾ കഴിഞ്ഞ ദിവസം ന്യായവിധിയെ കുറിച്ചാണ് പറഞ്ഞത്. ന്യായവിധിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്, നമ്മൾ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് എന്തായാലും അതിന് ഒരു ദൈവത്തിന് മുമ്പിൽ ഒരു ഉത്തരം പറയേണ്ട ഒരു ദിവസം ഉണ്ടാകും. അത് നമ്മുടെ വീണ്ടെടുപ്പിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് നമ്മൾ അറിയുന്നുണ്ട്. പക്ഷെ നാം ചെയ്ത ഓരോ പ്രവൃത്തിയും നമ്മുടെ മുൻപിൽ അത് എങ്ങനെയാണ് കർത്താവ് ക്ഷമിച്ചതെന്നും എത്ര ആഴമുള്ള ഒരു പാപക്ഷമയാണ് നമുക്ക് ലഭിച്ചതെന്നും ദൈവം എങ്ങനെയാണ് നമ്മളെ വിലയിരുത്തിയതെന്നും എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ആ നേക്കഡ് പിക്ചർ, ആന്തരികമായ നമ്മുടെ ഹൃദയത്തിലൂടെ പോയ എല്ലാ കാര്യങ്ങളുടെയും ഒരു പിക്ചർ നമ്മുടെ മുമ്പിൽ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് മുമ്പാകെ നമ്മൾ നിൽക്കുമെന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ഗോഡ്സ് തറോ എക്സ്പോഷർ ഓഫ് അവർ പേഴ്സണാലിറ്റി ഫോർ അവർ ഐസ് ടു സീ. നമ്മൾ കാണുന്ന ഒരു വീഡിയോ ടേപ്പ് പോലെ ബിഫോർ അവർ ഐസ് ദൈവത്തിന്റെ അനാലിസിസ്, ദൈവം നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളതിന്റെ ആ ഒരു വെളിപ്പാട് നമുക്ക് ലഭിക്കും എന്ന് നമുക്ക് കരുതാം. അപ്പൊ അതുപോലെ തന്നെ ലോകത്തിൽ യേശുക്രിസ്തു ഇല്ലാതെ നശിച്ചു പോകുന്നവരുടെ ന്യായവിധിയെ കുറിച്ചും കൂടെയാണ് ഇവിടെ പറയുന്നത്. നാം എല്ലാവരും അവന്റെ സന്നിധിയിൽ, തീയത് ചെയ്യുന്നവരും നല്ലത് ചെയ്യുന്നവരും എല്ലാവരുടെ മുമ്പിൽ അവന്റെ മുമ്പിൽ പ്രസന്റ് ആകേണ്ടതാണ്. മത്തായിയുടെ സുവിശേഷം 25 നമ്മൾ അതിനെ പാരലലായിട്ട് നമ്മൾ വായിച്ചു. മത്തായിയുടെ സുവിശേഷം 25 പറയുന്നത് വലതുഭാഗത്ത് ഇടതുഭാഗത്തുമായിട്ട് വേർതിരിക്കുന്നവർ ജനത്തോട്, അതിന്റെ വലതുഭാഗത്തുള്ളവരുടെ കർത്താവ് പറയുന്നത് ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ്. അപ്പൊ ലോകസ്ഥാപനം മുതൽ ഉള്ള ഒരു ഒരുക്കം നമുക്ക് വേണ്ടിയുണ്ട്. അപ്പൊ നമ്മുടെ ഡെസ്റ്റിനി, നമ്മൾ എവിടെ ചെന്ന് ചേരും എന്നുള്ളത് പെട്ടെന്ന് തീരുമാനിക്കപ്പെട്ട ഒന്നല്ല. അത് ലോകസ്ഥാപനത്തിന് മുമ്പേ നമുക്കായി ഒരുക്കപ്പെട്ടതാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് പെട്ടെന്ന് നമ്മൾ സാധിച്ചെടുക്കുന്ന ഒരു കാര്യമല്ല. ദൈവത്തിന്റെ നമുക്ക് വേണ്ടിയുള്ള പ്രിപ്പയർ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ലോകസ്ഥാപനത്തിന് മുമ്പേ നമുക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ രക്ഷയുടെ ഫലമായിട്ടാണ് ഒരാളിൽ സൽപ്രവൃത്തികൾ ഉണ്ടാകുന്നത്. രക്ഷയുടെ ഫലമായി ഉണ്ടാകുന്ന സൽപ്രവൃത്തികൾ നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഉണ്ടാകുന്ന സൽപ്രവൃത്തികളിൽ നിന്ന് വ്യത്യാസമുള്ളതായിരിക്കും. അതിന് ക്രിസ്തുവിന്റെ ഗ്രേസ്, കൃപയുണ്ടാകും, അവന്റെ സ്റ്റാമ്പ് ഉണ്ടാകും, ആത്മാവിന്റെ നിറവുണ്ടാകും, അതിൽ തന്നെ ഒരു ബ്യൂട്ടി ഉണ്ടാകും. ഇതെല്ലാം കർത്താവിന്റെ ആ കൃപ നമ്മളിൽ വ്യാപരിക്കുമ്പോൾ, ആത്മാവിന്റെ വിശദീകരണം പ്രാപിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന പ്രവൃത്തികളാണ്. ആത്മാവിന്റെ വിശദീകരണം പ്രാപിക്കുമ്പോൾ നമ്മളുണ്ടാകുന്ന എല്ലാ പ്രവൃത്തികളും പെർഫെക്റ്റ് ആകണമെന്ന് അർത്ഥമില്ല. അങ്ങനെ അർത്ഥമില്ല. നമ്മളൊരു ഗ്രോത്തിൽ ഒരു കുഞ്ഞ് ചെയ്യുന്ന പോലെ, കുഞ്ഞിന്റെ ഉള്ളിൽ ജീവനുണ്ട്, പക്ഷെ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും പെർഫെക്റ്റ് അല്ല. അതുപോലെ കർത്താവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും നമ്മൾ ഒരു പ്രവൃത്തിയിലും പെർഫെക്റ്റ് ആകണമെന്ന് നിർബന്ധമില്ല. നമ്മൾ പലതിലും ബലഹീനരാണ്. പക്ഷെ ദൈവം നമ്മോട് കാണിക്കുന്ന ദീർഘക്ഷമയാണ്, അനുദിന ക്ഷമയാണ്, പുത്രത്വമാണ് നമ്മെ രക്ഷയുടെ വഴിയിലെത്തിക്കുന്നത്, രക്ഷിക്കുന്നത്. അൾട്ടിമേറ്റ്ലി നാം രക്ഷിക്കപ്പെടാനുള്ള കാരണം നമ്മളല്ല, ദൈവമാണ്. അതുകൊണ്ടാണ് രക്ഷയുടെ തത്വങ്ങൾ നമ്മൾ പറയുമ്പോൾ പ്രധാനമായും എല്ലാ സ്തുതിയും മഹത്വവും സ്തോത്രവും കർത്താവിന് ലഭിക്കത്തക്ക രീതിയിലാണ് നാം നമ്മുടെ മുമ്പിൽ രക്ഷയെ വച്ചിരിക്കുന്നത്. അതിൽ മനുഷ്യന് പ്രസാദിക്കാനോ പ്രശംസിക്കാനോ അവന് സ്വന്തം എന്ന് കരുതാനോ ഒന്നുമില്ല. അപ്പോൾ രക്ഷയുടെ ഏത് തലവും ദൈവത്തിന് മാത്രം മഹത്വം വരത്തക്ക രീതിയിലാണ്. ദൈവം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അങ്ങനെയാണ്. ദൈവം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളുടെയും പൂർണ്ണമായ മഹത്വം ദൈവത്തിനാണ്. അപ്പോൾ നാം അവിടെ രക്ഷപ്പെടുന്നതും ദൈവത്താൽ തന്നെയാണ്. ഇതിന് മുമ്പിൽ ഉത്തരം നമുക്ക് ലഭിക്കുന്നതും ദൈവത്താൽ തന്നെയാണ്, നമ്മളാലല്ല. ദൈവമാണ് നമ്മളെ ആ വലിയ ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കുന്നത്. ന്യായമായി വിധിച്ചാൽ നമ്മളെല്ലാം നശിച്ചു പോകേണ്ടവരാണ്. ദൈവം ന്യായമായി വിധിച്ചാൽ നമ്മൾ ആരും രക്ഷപ്പെടേണ്ടവരല്ല. പക്ഷെ ദൈവം അങ്ങനെ വിധിച്ചത് കർത്താവിനെയാണ്. അവന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിക്കുകയും നമ്മുടെ മേൽ വരേണ്ടിയിരുന്ന വിധിന്യായത്തെ അവൻ എടുത്തു മാറ്റുകയും ചെയ്തത് കൊണ്ട് നമുക്കറിയാം കർത്താവാണ് എന്റെ ശിക്ഷകൾ വഹിച്ചത്. അതുകൊണ്ട് ഞാൻ പാപിയല്ല എന്ന് വരുന്നില്ല, പാപിയാണ്, പക്ഷെ ശിക്ഷാർഹനല്ല. കാരണം ആ ശിക്ഷകളെ കർത്താവ് എടുത്തു മാറ്റിയത്. ശിക്ഷാർഹനാണ്, പക്ഷെ ശിക്ഷ എനിക്കുള്ളതല്ല. അതിന്റെ കാരണം ദൈവം തന്റെ പുത്രനാൽ ആ പാപങ്ങളെ എടുത്തു മാറ്റി എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ന്യായവിധി നമ്മൾ ഫേസ് ചെയ്യുന്നത് നമ്മുടെ ശക്തിയിലല്ല. നമ്മുടെ പ്രവൃത്തികൾ പരിശോധിക്കപ്പെടുമ്പോൾ നാം ആ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടണമെന്നും ആ പ്രവൃത്തികൾ നമ്മൾ നീതീകരിക്കുന്നു അർത്ഥമില്ല. പക്ഷെ അവിടെ എല്ലാം നമ്മൾ കവേർഡാകുന്നത് നമ്മളെ മറയ്ക്കപ്പെടുന്നത് കർത്താവിന്റെ നീതിയാലാണ്. നമ്മുടെ വിശ്വാസത്താൽ ദൈവത്തിന്റെ നീതി നമുക്കായി കണക്കിടപ്പെട്ട് ഈ വലതുഭാഗത്തെ ആടുകൾ ചോദിച്ച പോലെ കർത്താവെ ഞങ്ങൾ എപ്പോഴാകുന്നു നിനക്ക് അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുന്ന പോലെ നമ്മുടെ കോൺഷ്യസ് അല്ലാത്ത ഞങ്ങൾ എപ്പോഴാ കർത്താവ് നിന്നെ എങ്ങനെയൊക്കെ ശുശ്രൂഷിച്ചത് എന്ന് ചോദിക്കുന്ന രീതിയിൽ ഇത് കർത്താവിന് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് കരുതി അങ്ങനെ ബോധപൂർവമല്ല, അവരുടെ സ്വാഭാവികമായ സ്വഭാവത്തിൽ നിന്നാണ് അത് വരുന്നത്.
ആ സ്വഭാവം എന്ന് പറയുന്ന ആത്മാവ് അവർക്ക് നൽകുന്ന, they didn't know they were doing right things. They didn't know they were serving God. They didn't know they were honoring God when they honored some men of lower stature. അപ്പൊ ഇവിടെ എല്ലാം അവർക്ക് ദൈവത്തെ സ്നേഹിക്കുകയാണെന്ന് മുൻകൂട്ടി ഒരു തിയോളജിക്കൽ ആക്ട്, റിലീജിയസ് ആക്ട് പോലെ അല്ല അവർ സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്നത്. They didn't know they were serving God. ദൈവത്തെ സെർവ് ചെയ്യാന്നുള്ള കാര്യം അവർക്ക് അറിയില്ലായിരുന്നു. ചോദിക്കുന്നത്, ഞങ്ങൾ എപ്പോഴാണ് കർത്താവ് നിന്നെ സെർവ് ചെയ്തതെന്നുള്ളതാണ്. കാരണം ആത്മാവിൽ നിന്നുള്ള പ്രവൃത്തികൾക്ക് ജഡത്തിന് അക്കൗണ്ട് ഇല്ല, അതിന് കരുതി വെച്ചിട്ടില്ല, അതിന് പ്രതിഫലം വാങ്ങിക്കാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുമല്ല. അത് കർത്താവിന്റെ സ്വഭാവം നമ്മളിലേക്ക് പകർത്തപ്പെടുമ്പോൾ സംഭവിക്കുന്നതാണ്. വി ഡോണ്ട് നോ വെദർ വി ആർ ഗുഡ് ഓർ ബാഡ്. ദൈവത്തിന് മുമ്പിൽ എപ്പോഴും നമ്മൾ ഒറ്റ കാര്യം മാത്രം പറയുന്നത്, ഐ എം എ സിന്നർ. ഞാൻ അയോഗ്യനാണ്, കർത്താവ് നിന്റെ കൃപയാണ് എപ്പോഴും എന്നെ നടത്തുന്നത്. അതുപോലെ തന്നെ എന്റെ അപര്യാപ്തതകളെ ഞാൻ മനസ്സിലാക്കുമ്പോഴാണ് എനിക്ക് ശരിക്കും മുമ്പിലുള്ള കർത്താവ് എത്ര ശ്രേഷ്ഠനാണെന്ന് മനസ്സിലാകുന്നത്. ഐ എം എ സിന്നർ ഞാൻ പറയുമ്പം ഈ ലോകത്തുള്ള മാരക പാപങ്ങൾ ചെയ്യുന്ന പാപത്തിന്റെ അടിമ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, ഇംപെർഫെക്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. സിൻ ഈസ് യൂസ്ഡ് ആസ് ആൻ ഇംപെർഫെക്ഷൻ. സിൻ ആക്ച്വലി മീൻസ് ഇംപെർഫെക്ഷൻ. സിൻ എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം ഗ്രീക്കിൽ ഹമാർത്തിയ എന്നാണ്. ഹമാർത്തിയ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം തെറ്റിപ്പോവുക എന്നാണ് അതിന്റെ അർത്ഥം. ലക്ഷ്യം തെറ്റിപ്പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അവിടെ എത്താതിരിക്കുക, നമ്മൾ എങ്ങനെയാകണമെന്നാണോ ദൈവം ആഗ്രഹിക്കുന്ന പെർഫെക്റ്റിൽ എത്താതിരിക്കുക. Every time we fall short of God's agenda, God's target, then I can call myself a sinner. You can call yourself a sinner. കാരണം we have fallen short of God's expectations. അപ്പൊ നമ്മൾ ക്രിസ്തുവിന്റെ നീതിയെ നമ്മൾ ഒരു പാരഡൈം ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, ആ പാരഡൈം അടിസ്ഥാനം അല്ലെങ്കിൽ പാരഡൈം എന്ന് പറഞ്ഞ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഒരു മെഷർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു കാര്യം മനസ്സിലാവും, we are imperfect. അപ്പോൾ നമ്മുടെ പ്രവൃത്തികളെ നമ്മൾ രക്ഷപ്പെടുന്നു പറയുമ്പോഴും ദൈവത്തിന്റെ കൃപയാണ് നമ്മളവിടെ ആ ബ്രിഡ്ജ് നമ്മളെ കടത്തിവിടുന്നത്. ആ ന്യായവിധിയിൽ നമ്മൾ രക്ഷപ്പെടാനുള്ള കാരണം വി ആർ ഇൻ ക്രൈസ്റ്റ് എന്നുള്ള പൊസിഷനാണ് നമ്മുടെ പ്രവൃത്തികളെ, നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നത്, നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നത്, നമ്മൾ അതിന് അക്കൗണ്ട് കൊടുക്കേണ്ട ആളുകൾ. അവന്റെ ആത്മാവാണ് നമ്മളെ സൽപ്രവൃത്തികളിലേക്ക് നയിക്കുന്നത്. അവന്റെ ആത്മാവ് നമ്മളെ സൽപ്രവൃത്തികളിലേക്ക് നയിക്കുമ്പോൾ സംഭവിക്കുന്നത്, ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു സ്വയനീതിയുടെ ഭാണ്ഡം ഞാൻ ചുമക്കുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് ഐ ഡൺ സംതിങ് ടു പ്ലീസ് ദ ലോർഡ്. എന്തുകൊണ്ടില്ല? ഞാനല്ല ക്രിസ്തു അത്രേ. അപ്പൊ എനിക്ക് അതിനകത്ത് കൗണ്ട് ചെയ്യുമ്പോൾ നത്തിങ് ടു കൗണ്ട്. അപ്പോൾ ഒന്നും കർത്താവിന് മുമ്പിൽ എണ്ണാനില്ല, ഒന്നും പുകഴാനില്ല, ഒന്നും പ്രശംസിക്കാനില്ല. എനിക്കൊരു കാര്യം അറിയാം, ഐ ആം കണ്ടിന്യൂലി ബീങ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ഹിസ് ഇമേജ്. അതുപോലെ ഐ എം ബീങ് സാങ്ക്ടിഫൈഡ് ബൈ ദ സ്പിരിറ്റ്. ഞാൻ ആത്മാവിനാലുള്ള വിശദീകരണത്തിന്റെ ഒരു പാതയിലാണെന്ന് എനിക്കറിയാം. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ അണ്ടർസ്റ്റാൻഡ് ഐ എം നോട്ട് പെർഫെക്റ്റ്. പെർഫെക്ഷൻ ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ദൈവം നമുക്ക് ദാനമായി നൽകുന്നതാണ്. അതുകൊണ്ടാണ് പെർഫെക്ഷൻ എപ്പോഴും ദൈവത്തിന്റെ കൃപയാണ്. നമ്മുടെ രക്ഷ എപ്പോഴും ദൈവത്തിന്റെ കൃപയാണ് നമ്മൾ വിശ്വസിക്കാനുള്ള കാരണം. അപ്പോൾ ഇവിടെ പറയുന്ന ന്യായവിധിയെ നമ്മൾ ആ അർത്ഥത്തിൽ വേണം കാണാൻ. ന്യായവിധിയെ നമ്മൾ നേരിടുന്നത് ക്രിസ്തുവിന്റെ കൃപയാലാണ്. അതിനർത്ഥം നമ്മൾ സൽപ്രവൃത്തികളാൽ ശുദ്ധരാവുകയില്ല എന്നല്ല, സൽപ്രവൃത്തികളാൽ പരിപൂർണരാവുകയില്ല നമ്മളെന്നല്ല അതിനർത്ഥം. പക്ഷെ നമ്മുടെ പ്രവൃത്തികളാലല്ല എന്നുള്ളതാണ്. വിശ്വാസമാണ് ആ പ്രവൃത്തിയിലേക്ക് നമ്മളെ നയിക്കുന്നത്. We will be judged by our works, but we are covered by Christ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശ്വാസം. അല്ല നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്നുള്ളതല്ല. അപ്പൊ ആ ചെയ്യൽ എന്ന് പറയുന്നത് പോലും ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ക്രൈസ്റ്റ്, ബിക്കോസ് ഇറ്റ്സ് ഹിസ് റൈച്ചസ്നെസ് ദാറ്റ് അലൗസ് us to see through the judgment. ആ ന്യായവിധിയെ നമുക്ക് അതിനപ്പുറം ഓവർകം ചെയ്യാൻ നമ്മെ സഹായിക്കുന്നത് ഈ ദൈവത്തിന്റെ കൃപയാണ്, ക്രിസ്തുവിന്റെ നീതിയാണ്. നമ്മുടെ കളങ്കങ്ങളെ മാച്ചു കളഞ്ഞ കുഞ്ഞാടിന്റെ രക്തമാണ്. ഞാനൊരു പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചിട്ടുണ്ട് പണ്ട്. കർത്താവോട് ചെല്ലും, നിങ്ങൾ എന്തുകൊണ്ട് ഞാൻ നിന്നെ അകത്ത് പ്രവേശിപ്പിക്കണം? നീ അകത്തേക്ക് പോവാണ്, പക്ഷെ വൈ ഷുഡ് ഐ അലോ യു ഇൻസൈഡ്? അപ്പോ പല ഉത്തരങ്ങളാണ് പലരും പറഞ്ഞത്. ഒരു ഇല്ലസ്ട്രേഷൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചാണ്. ചിലർ ഒരുപക്ഷെ പറഞ്ഞേക്കാം, കർത്താവ് ഞാൻ ഇത്രാം വയസ്സിൽ നിന്നെ രക്ഷകനായി സ്വീകരിച്ച് നല്ല വിശുദ്ധ ജീവിതമാണ് നയിച്ചത്, അതുകൊണ്ട് ഞാൻ വിശുദ്ധ ജീവിതം നയിച്ചത് കൊണ്ട് നീ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ബാധ്യസ്ഥനാണ്, അതുകൊണ്ട് നീ എന്നെ സ്വർഗത്തിൽ കയറ്റിയേ പറ്റുള്ളൂ. ഒന്ന്. രണ്ട്, ഇങ്ങനെയാണ്, കർത്താവെ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല, നീ എനിക്ക് പകരം മരിച്ചുകൊണ്ട് നീ എന്റെ ശിക്ഷാവിധി എടുത്തു മാറ്റിയതുകൊണ്ട് മാത്രം ഞാൻ സ്വർഗത്തിലേക്ക് പോകാൻ വന്നതാണ് എന്ന് പറയുമ്പോൾ അതാണ് കൃപയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് മെറിറ്റ് ബട്ട് ബിക്കോസ് ഓഫ് ദ ഗ്രേസ് ഓഫ് ക്രൈസ്റ്റ്. ഈ കൃപയാണ് നമ്മളെ ന്യായവിധി കടന്നു പോകാൻ അനുവദിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസും യോഹന്നാനും ഒക്കെ പറയുന്നത്, അവനെ വിശ്വസിക്കുന്നവർ ഓൾറെഡി നിത്യജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഈ ജഡ്ജ്മെന്റിനെ അവർ ഓവർകം ചെയ്യും. കാരണം ദേ ഡോണ്ട് ഹാവ് ടു ഡു എനിത്തിങ്, ദേ കാനോട്ട് ഡു എനിത്തിങ്. അവിടെ രക്ഷകന്റെ രക്ഷാമാർഗത്തിലൂടെ നമ്മൾ, ക്രിസ്തുവിലൂടെ നമ്മൾ ആ ന്യായവിധിയെ ജയിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പ്രവൃത്തികൾ തന്നെയാണ് എക്സാമിൻ ചെയ്യപ്പെടുന്നത്.
but we will be covered by the cloth of righteousness of Christ. ക്രിസ്തുവിന്റെ നീതി വസ്ത്രമാണ് ആ തക്ക സമയത്ത് നമ്മെ അതിൽ നിന്ന് രക്ഷിക്കുന്നത്. That's why we say salvation is always by faith. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അയാൾ കർത്താവിനെ ഭയപ്പെടണമെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. അപ്പൊ ശരിക്കും മനുഷ്യരെ ഞങ്ങൾ ഫോഴ്സ് ചെയ്ത് സമ്മതിപ്പിക്കുകയാണ് ഞങ്ങൾ പറയുന്നതിനോട് എഗ്രി ചെയ്യാൻ, അല്ലാതെ മനുഷ്യർക്ക് ഇഷ്ടമുള്ളത് പ്രസംഗിക്കുമല്ല. ദൈവം എന്താണോ ഞങ്ങൾ ഏൽപ്പിക്കുന്നത് അത് ബലമായി തന്നെ ഈ മനുഷ്യരെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിന്റെ റീസൺ ഞങ്ങൾക്ക് ദൈവത്തെ പേടിയാണ്, ഭയമാണ്. ആ ഭയം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവമാണ് ഞങ്ങളെ ശുശ്രൂഷയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ദൈവം മനുഷ്യനെ പോലെ നിസ്സാരനല്ല. അവൻ എന്നോട് പറയാൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് ദൈവത്തെ അല്ല നമ്മൾ ശരിക്കും സമ്മതിപ്പിക്കേണ്ടത്, മനുഷ്യരെയാണ്. കാരണം മനുഷ്യർക്ക് ഇഷ്ടമുള്ളത് പ്രസംഗിക്കാനല്ല, ദൈവത്തിന് ഇഷ്ടമുള്ളത് പ്രസംഗിക്കാനാണ്. അടുത്ത വാക്യം പറഞ്ഞ് എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ലെങ്കിലും, നിങ്ങളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഒന്നും നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിച്ചാലും ദൈവത്തിന് മുമ്പിൽ ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് ഞങ്ങളെ അകം പുറം അറിയാം. നിങ്ങളുടെ മനസാക്ഷികളിലും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ എതിർത്ത് പറഞ്ഞാലും നിങ്ങളുടെ മനസാക്ഷി കൊണ്ട് നിങ്ങൾക്ക് അറിയാം, എന്തറിയാം, ഞങ്ങൾ എന്ത് കാരണത്താലാണ് ഇത് സംസാരിക്കുന്നതെന്ന് അറിയാം. ഞങ്ങളുടെ ഉദ്ദേശം എന്തായിരിക്കും, എന്തിനാണ് ഇങ്ങനെ പ്രസംഗിക്കുന്നത്, എന്തിനാണ് ഇവരിങ്ങനെ ശുശ്രൂഷ നടക്കുന്നുള്ള കാര്യം ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിയിൽ എന്ത് എതിർപ്പ് തോന്നിയാലും നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിച്ചു നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിന് മുമ്പിൽ ഞങ്ങൾ എങ്ങനെ വെളിപ്പെട്ടിരിക്കുന്നോ അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ മനസാക്ഷിയുടെ മുമ്പിലും വെളിപ്പെട്ടിരിക്കുന്നത്. നമുക്കിത് പറയാൻ പറ്റുമോ? ദൈവത്തിന് മുമ്പിൽ നമ്മൾ വെളിപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെ തന്നെയാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന മനസാക്ഷി ആളുകളുടെ മുൻപിൽ വെളിപ്പെട്ടിരിക്കുന്നതെന്ന്, നിങ്ങളുടെ മനസാക്ഷിയിൽ വെളിപ്പെട്ടിരിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? ഉദാഹരണത്തിന് ദൈവം ചെയ്സ് എന്ന് പറയുന്ന ആളെ എങ്ങനെ കാണുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ മനസാക്ഷിയിൽ വെളിപ്പെടാൻ പറ്റുന്നുണ്ടോ? അതാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾ എങ്ങനെ ദൈവത്തിന് മുമ്പിൽ വെളിപ്പെട്ടിട്ടുണ്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ടിട്ടുണ്ട്. മനസാക്ഷിയുടെ കാര്യത്തിലാണ്. അതായത് ഞങ്ങളുടെ ഉദ്ദേശം, ഞങ്ങൾ എന്തിനാണ് ഇത് പറയുന്നത്, ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സുവിശേഷം വളരെ ബലമായി സ്ട്രെസ് ചെയ്ത് പറയാൻ. അപ്പൊ അങ്ങനെ ഒരു ദൈവത്തെ ഞങ്ങൾ ഭയപ്പെടുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇത് വളരെ വളരെ നിർബന്ധിച്ച് നിങ്ങൾക്ക് ഈ സന്ദേശം എത്തിക്കുവാൻ ശ്രമിക്കുന്നത്. കാരണം ദൈവത്തെ ഞങ്ങൾ ഭയപ്പെടുന്നു, ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചതാണ്. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞങ്ങൾ എന്ത് പറഞ്ഞാലും ചിന്തിച്ചാലോ ദൈവം അറിയുന്നു, ഞങ്ങളുടെ ജീവിതം ദൈവത്തിന് മുമ്പിൽ വെളിപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കും വെളിപ്പെട്ടിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന് പൗലോസ് പറഞ്ഞു. ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ നിങ്ങളോട് ശ്ലാഘിക്കുകയല്ല, ഞങ്ങൾ പൊക്കി പറയുമെന്ന് വിചാരിക്കരുത് കേട്ടോ. ഞങ്ങൾ സ്വയം പുകഴ്ത്തുകയാണെന്ന് വിചാരിക്കരുത്. ഹൃദയം നോക്കിയിട്ടല്ല, മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരോട് ഉത്തരം പറയുവാൻ നിങ്ങൾക്ക് വക ഉണ്ടാകേണ്ടതിന് ഞങ്ങളെക്കുറിച്ച് പ്രശംസിപ്പാൻ നിങ്ങൾക്ക് കാരണം തരികയത്രേ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് വാക്യമായിട്ട് നമുക്ക് തോന്നാം. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതാണ്, മനുഷ്യർക്ക് ഒരു മനുഷ്യനെ ശ്ലാഘിക്കണമെങ്കിൽ, പുകഴ്ത്തി പറയണമെങ്കിൽ, പ്രശംസിക്കണമെങ്കിൽ ഹൃദയം നോക്കിയിട്ട് പ്രശംസിക്കാൻ പറ്റത്തില്ല, മുഖം നോക്കിയേ പ്രശംസിക്കാൻ പറ്റും. നമ്മൾ ഒരാളെ പറയുമ്പോൾ നമ്മൾ ഹൃദയം നോക്കിയൊന്നും പ്രശംസിക്കാൻ നമുക്ക് അറിയത്തില്ല. നമുക്ക് അവരുടെ ഹൃദയം അറിയില്ല, നമുക്ക് ആകെ അറിയുന്നവരുടെ മുഖമാണ്. ഒരു എന്ത് സ്നേഹമായിട്ട് സംസാരിച്ചല്ലേ, ഹൃദയം അറിയില്ല. അവരെന്ത് ഹമ്പിളല്ലേ, നമ്മള് മുഖം നോക്കി നല്ല ഹമ്പിളായിരുന്നു, പക്ഷെ ഹൃദയം അറിയത്തില്ല. ഈ മുഖം നോക്കി പ്രശംസിക്കുന്ന ആൾക്കാരെ എന്നുമുണ്ട്. മുഖം നോക്കി അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ സഭയിൽ ഒരു 3 ദിവസത്തെ പ്രാർത്ഥനാ മീറ്റിംഗ് ആണ്. ആരെ വിളിക്കണം, മുഖം നോക്കിയേ വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്നാരുടെ മുഖം പ്രശസ്തമാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചാൽ കുറെ ആൾക്കാർ കേൾക്കും. അപ്പോൾ പോപ്പുലാരിറ്റി ഈസ് ദ റീസൺ വൈ മോസ്റ്റ് ഓഫ് us ആർ ഇൻവൈറ്റഡ് ടു പ്രീച്ച്. ഞാൻ ആദ്യം ആഗ്രഹിച്ചിരുന്നത്, കേരളത്തിൽ വരുമ്പോൾ ആഗ്രഹിച്ചിരുന്നത്, പോപ്പുലാരിറ്റി കാരണം ആരും വിളിക്കരുത്, ആത്മാവിന്റെ നിയോഗത്താൽ വിളിക്കണം എന്നായിരുന്നു. പക്ഷെ അങ്ങനെ പൂർണ്ണമായിട്ടും ഫോർഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്കതെല്ലാം ശോധന ചെയ്ത് എടുക്കാനും സാധിക്കില്ല. അപ്പോൾ പോപ്പുലാരിറ്റി വരുന്നതനുസരിച്ച് നമ്മൾ മുഖം നോക്കിയാണ് പലപ്പോഴും ശുശ്രൂഷകൾക്ക് ആളെ വിളിക്കുന്നത്. അയാളാണോ, മുഖം നോക്കിയപ്പോ ഇഷ്ടപ്പെട്ടില്ല, ദൈവത്തിന്റെ ആത്മാവ് പറയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പ്രശ്നമില്ല. അപ്പൊ ഇന്നോ അന്നോ എന്നും മുഖം നോക്കി സംസാരിക്കുന്നവർ, പ്രവചിക്കുന്നവർ, പ്രസംഗിക്കുമ്പോൾ എന്റെ മുമ്പിൽ ഇരിക്കുന്നവരുടെ മുഖം നോക്കി അവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നവർ, അങ്ങനെയുള്ളവരോട് അഭിപ്രായം പറയുവാൻ നിങ്ങൾക്ക് വക ഉണ്ടാക്കേണ്ടതിന്. അപ്പൊ ശരിക്കും
ഉണ്ട് ഇവരുടെ ഇടയിൽ. നല്ല ഗ്രീക്ക് സാഹിത്യമൊക്കെ ഉപയോഗിച്ച് റെട്ടറിക് സ്റ്റൈൽ ഉപയോഗിച്ച് ആളുകളെ പ്രകമ്പിതരാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ശുശ്രൂഷകരുണ്ട്. അപ്പൊ പൗലോസ് പറയാണ്, അങ്ങനെയുള്ളവരെ ഉള്ളപ്പോൾ ആൾക്കാർ നിങ്ങളോട് ചോദിക്കണ്ടോ അവന്റെ ശുശ്രൂഷ എന്ത് ഭയങ്കരമായിരുന്നു, ഞങ്ങൾക്ക് ഇങ്ങനെ ഷോക്ക് അടിച്ച പോലെ ആയിപ്പോയി, ഇങ്ങനെയൊക്കെ പറയല്ലേ. അപ്പൊ അവരുടെ മുമ്പിൽ നിങ്ങൾക്ക് പ്രശംസ ഉണ്ടാകാൻ വേണ്ടി പറയാണ്, ഞങ്ങൾ ഒട്ടും മോശക്കാരല്ല. അത് കൊള്ളാം അല്ലെ. ഞങ്ങൾ മോശക്കാരല്ലാന്ന് നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടാതിരിക്കാനാണ് പൗലോസ് പറയുന്നത്. ശരിക്കും പൗലോസ് പറയുന്നതാണ്, ശരിക്കുമുള്ള പുകഴ്ച എന്ന് പറയുന്നത് മനുഷ്യർക്ക് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. അതിൽ മാത്രമേ നമുക്ക് പുകഴാനുള്ളൂ. നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് ആരോടെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കുകയാണെങ്കിൽ ഇത്രയും പറഞ്ഞാൽ മതി, അവർ മനുഷ്യരുടെ മുമ്പിൽ പുകഴാനുള്ളവരല്ല, ദൈവത്തിന് മുമ്പിലാണ് ജീവിക്കുന്നത്. അത് അങ്ങനെ നിങ്ങളുടെ മനസാക്ഷിയിലും തോന്നിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവത്തിന് മുമ്പിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് യാതൊരു വിധമായ ഒരു മൂടുപടവുമില്ല. ഞങ്ങൾ അങ്ങനെ തന്നെ ദൈവത്തിന് വെളിപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ മനസാക്ഷിയിലും വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് പ്രശംസിക്കുവാൻ കാരണമുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായി ഈ മുഖം നോക്കി സംസാരിക്കുന്നവരുടെ മുമ്പിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ അങ്ങനെയല്ല എന്ന് ഞങ്ങളെക്കുറിച്ച് പ്രശംസിക്കുവാൻ നിങ്ങൾക്ക് ഇടവരും. അവർ ദൈവത്തെ നോക്കി മാത്രം ശുശ്രൂഷിക്കുന്നവരാണ്. അവർക്ക് മനുഷ്യരുടെ അഭിപ്രായങ്ങളോ അവരുടെ അംഗീകാരമോ നോക്കി നടക്കുന്നവരല്ല എന്ന് ഞങ്ങളെക്കുറിച്ച് പ്രശംസയായി പറയുവാൻ നിങ്ങൾക്ക് ഇടവരും എന്ന് വാക്യം പറയാം. ഓക്കെ, 13-ാം വാക്യം. ഞങ്ങൾ വിവശന്മാർ എന്ന് വരികിൽ ദൈവത്തിനും സുബോധമുള്ളവർ എന്ന് വരികിൽ ഞങ്ങൾക്കും നിങ്ങൾക്കുമാകുന്നു. അപ്പോൾ വിവശന്മാർ എന്നുള്ള വാക്യം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സുബോധമില്ലാത്തവർ, അതായത് നമ്മൾ ഈ ആത്മവിവശത എന്ന് പറഞ്ഞൊരു പരിപാടി ഈ ആത്മീയ ഗോളത്തിൽ കുറച്ച് നാൾ മുമ്പുണ്ടായിരുന്നു. ആത്മവിവശത, ആത്മാവിൽ വിവശരായി സുബോധമില്ലാത്തവരായി താഴേക്ക് വീഴുകയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, 13-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഫോർ ഇഫ് വി ആർ ഡിസൈഡ് അവേഴ്സൽസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളിൽ തന്നെ ഇല്ലാതെ സുബോധമില്ലാത്തവരെന്ന് ദൈവത്തിന് മുമ്പിൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞങ്ങൾ സ്വന്തം ബോധത്തെ ഉപയോഗിക്കാതെ ദൈവമേ നീ എന്ത് പറയും, അപ്പൊ ഞങ്ങൾക്ക് എന്താണോ ഈ ലോകത്തെ കുറിച്ച് തോന്നുന്നത്, ആളുകളെ കുറിച്ച് തോന്നുന്നത്, അതെല്ലാം ഡിസൈഡ് മൈസെൽഫ്. ഡിസൈഡ് എന്ന് പറഞ്ഞാൽ സൈഡിൽ നിന്ന്, അടുത്ത് എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന് വെളിയിൽ. അപ്പോൾ പൗലോസ് പറയുന്നത്, ഫോർ ഇഫ് വി ആർ ഡിസൈഡ് അവേഴ്സെൽസ് ഇറ്റ് ഈസ് ഫോർ ഗോഡ്. കാരണം ഞങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ തന്നെ വേണ്ട എന്ന് വെക്കുന്നു, എന്തുകൊണ്ട് ഞങ്ങളിൽ തന്നെയുള്ള ബോധം ഇല്ലാത്തവരായിരിക്കുന്നു, എന്തുകൊണ്ട് ഞങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് മാത്രം തുറന്ന മനസ്സുള്ളവരായിരിക്കുന്നു. അത് ദൈവത്തിന് മുമ്പിൽ ഞങ്ങൾ അങ്ങനെയാണ്. എന്നാൽ നിങ്ങളോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ദൈവം ഞങ്ങൾക്ക് തന്ന സുബോധത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ദൈവത്തിന് മുമ്പിൽ ഞങ്ങൾ ഒരു ബോധവും ഇല്ലാത്തവരെ പോലെയാണ് നിൽക്കുന്നത്, അല്ലെ. ഒന്നും ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്ന നമുക്ക് ഒരു പ്രത്യേക ഒരു ബോധം ആവശ്യമില്ല. കർത്താവിനോട് നമ്മൾ പറയുന്ന, കർത്താവ് നീ ഞങ്ങളെ പഠിപ്പിക്കണേ, ഞങ്ങൾക്ക് ഒരു വിവരമില്ല, നീ എന്താന്ന് വെച്ചാൽ പഠിപ്പിച്ചാലും എന്ത് പഠിപ്പിച്ചാലും ഞങ്ങൾക്ക് സന്തോഷമാണ്, എന്ത് പറഞ്ഞാലും സന്തോഷമാണ്. മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല. ഡിസൈഡ് അവർസെൽസ്. അപ്പൊ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഡിസൈഡ് അവർസെൽസ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്ക് വെളിയിലാണെന്ന് തന്നെ അർത്ഥം. വിവശതയിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈ ബുദ്ധി വിൽ നോട്ട് വർക്ക് അറ്റ് ദാറ്റ് ടൈം. മൈ ഇന്റലിജൻസ്, മൈ ജഡ്ജ്മെന്റ്, മൈ ഡിസൈൻമെന്റ്, അതൊന്നും അന്നേരം വർക്ക് ചെയ്യത്തില്ല. ഐ ആം ഓഫ് ആൻഡ് ഗോഡ് ഈസ് ഓൺ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒന്നും അറിയാത്തവനെ പോലെ, ഇപ്പൊ ഉദാഹരണത്തിന് പുൾപിറ്റിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ മനുഷ്യരുടെ മുമ്പിലാണ് ഒരേ സമയത്ത് നിൽക്കുന്നത്. ദൈവത്തിന് മുമ്പിൽ വിവശനാണ് എന്ന് പറയുന്ന അർത്ഥം ഒന്നും അറിയത്തില്ല. കർത്താവെ നീ എന്നോട് എന്തെങ്കിലും പറഞ്ഞെങ്കിലേ എനിക്ക് ഇവരോട് പറയാനുള്ളൂ, ടോട്ടലി ഗോൺ. എന്നാൽ മനുഷ്യരുടെ മുമ്പിൽ അങ്ങനെയല്ല, ദൈവം തരുന്ന ബോധത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ശുശ്രൂഷയിൽ എപ്പോഴും ഒരു വിവശതയുണ്ട്. വിവശത എന്ന് പറഞ്ഞാൽ മുമ്പിൽ ഞാൻ വിവശനായി എന്റെ കഴിവിനെ ആശ്രയിച്ചോ എന്റെ ബുദ്ധിയെ ആശ്രയിച്ചോ സുബോധം ഉള്ളവനായിട്ടോ അല്ല നിൽക്കുന്നത്. ഒന്നുമില്ലാതെ കർത്താവെ നീ എന്ത് ബോധത്തിൽ എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ അത് അതുപോലെ സ്വീകരിച്ചിരിക്കുന്നു, ഇതിനെതിരെയുള്ള ഒരു കൗണ്ടർ ആർഗ്യുമെന്റും എന്റെ കയ്യിലില്ല. വാട്ട് എവർ യു സേ ഈസ് മൈ കമാൻഡ്മെന്റ് എന്ന് ഒരു മനുഷ്യൻ അവന് വെളിയിൽ ഡിസൈഡ് ഹിംസെൽഫ് ദൈവത്തിന് മുമ്പിൽ നിന്നുകൊണ്ടാണ് മനുഷ്യരുടെ മുമ്പിൽ സുബോധത്തോടെ സംസാരിക്കുന്നത്. അപ്പൊ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും വചനത്തോട് കഥകളും ഐഡിയാസും നമ്മൾ അനുഭവിച്ചു പോകുന്ന ജീവിത മര്യാദ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ കൂട്ടിച്ചേർത്താണ് പ്രസംഗങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ അങ്ങനെ അല്ല ഉണ്ടാകേണ്ടത്. നമ്മുടെ അനുഭവങ്ങളല്ല വിഷയം. നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് ഈ വചനത്തിലൂടെ എന്ത് സംസാരിക്കുന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട് ഞാൻ അവിടെ സുബോധമില്ലാത്തവനായി ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്നതിന്റെ കാരണം
കർത്താവെ, നിന്റെ ബോധം മാത്രം എനിക്ക് മതി എന്ന് പറയാനാണ്. ആ ബോധത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സുബോധത്തോടെ സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ദ മിനിസ്ട്രി ബിലോങ്സ് ടു ദ ലോർഡ് ആൻഡ് എവറി വേർഡ് സ്പോക്കൺ ബിലോങ്സ് ടു ദ ലോർഡ്. കാരണം ദൈവം വചനമാണ്, വചനം ജഡമായി തീർന്നതാണ്. വചനം സ്പോക്കൺ വേർഡ് എന്തായാലും യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന എല്ലാ വചനവും ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. അവിടെ എന്റെ കൗണ്ടർ ആർഗ്യുമെന്റിന് പ്രസക്തിയില്ല, ഞാൻ ആരാണെന്നുള്ളതിനും പ്രസക്തിയില്ല. അതുകൊണ്ട് പൗലോസ് പറയാണ്, ദൈവത്തിന് മുമ്പിൽ ഞങ്ങൾ മണ്ടന്മാരെ പോലെ ഇരിക്കും. പണ്ട് പഠിച്ച തിയോളജിയും ഫിലോസഫിയും ഒന്നുമല്ല. കർത്താവെ, നീ എന്ത് പറയുന്നു? ടു എവറിത്തിങ് എൽസ് ഐ ആം ഡെഡ്, ടു എവറിത്തിങ് എൽസ് ഐ ആം ഡെഡ്. അടുത്ത വാക്യത്തിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദൈവത്തിന് മുമ്പിൽ നമ്മൾ വിവശന്മാരാകുന്നത് എങ്ങനെയാണ്? അടുത്ത വാക്യം, 14-ാം വാക്യം, 5:14. നമ്മൾ എപ്പോഴും ഞാൻ വായിക്കുന്ന ഒരു വാക്യമാണ് 5:14. നമ്മൾ ഈ പശ്ചാത്തലത്തിൽ അത് ഒന്ന് വായിച്ചു. ഫോർ ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കൺട്രോൾസ് us. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കൺട്രോൾസ് us, ഞങ്ങളെ നിയന്ത്രിക്കുന്നു എന്നാണ് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ എഴുതിയിരിക്കുന്നത്. കമ്പൽസ് us എന്നാണ് പഴയ ട്രാൻസ്ലേഷൻസ്. അതാണ് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കമ്പൽസ് us, ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഇവിടെ പറയുന്നത് ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കൺട്രോൾസ് us, ഞങ്ങളെ നിയന്ത്രിക്കുന്നു. രണ്ടും, ഈ നിർബന്ധിക്കുക എന്ന് പറയുന്നതും നിയന്ത്രിക്കുക എന്ന് പറയുന്നതും ഒന്നിനു പുറകെ ഒന്നായി സിനോണിമസ് ആയിട്ട് ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാണ്. നിർബന്ധിക്കുന്നു, നിയന്ത്രിക്കുന്നു. ആ നിർബന്ധം തുടർച്ചയായി വരുന്നതാണ്. ആ നിർബന്ധമാണ് എന്റെ മേലുള്ള ദൈവം എന്നെ നിർബന്ധിക്കുന്നു എന്നുള്ളതാണ് എന്റെ മേലുള്ള നിയന്ത്രണം. അപ്പോൾ എന്താണ് ആ നിയന്ത്രണം? ക്രിസ്തുവിന്റെ സ്നേഹമാണ് നമ്മളെ നിർബന്ധിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് നിർബന്ധിക്കുന്നത്? 14-ാം വാക്യം പറയുന്നു, ബിക്കോസ് വി ഹാവ് കൺക്ലൂഡഡ് ദിസ്. ഇത് ഞങ്ങൾക്ക് പിടികിട്ടി. എന്ത് പിടികിട്ടി? ഇത്രയെല്ലാം മനസ്സിലായപ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് പിടികിട്ടി. ഇത്രയും കഷ്ടതയിലൂടെ കടന്നുപോയപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം പിടികിട്ടി. എന്താണ് ആ കാര്യം? ദാറ്റ് വൺ ഹാസ് ഡൈഡ് ഫോർ ഓൾ. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ. One has died for all, therefore all have died. ഒരാൾ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. ഇത് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഞങ്ങൾ തീരുമാനിച്ചത്. എന്തുകൊണ്ട് അങ്ങനെ തീരുമാനിച്ചത്? ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കൺട്രോൾസ്. അങ്ങനെ തീരുമാനിക്കാൻ കർത്താവിന്റെ ആത്മാവ്, അവന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുകയാണ്. ഞാൻ മരിച്ചു എന്ന്, ക്രിസ്തുവിൽ ഞാൻ മരിച്ചു എന്ന് തീരുമാനിക്കാൻ, എന്ന് കൺക്ലൂഡ് ചെയ്യുവാൻ, എന്ന് ഫൈനലൈസ് ചെയ്യുവാൻ കർത്താവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ മരിച്ചു. ദാറ്റ്സ് വൈ പോൾ സേസ്, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഞാൻ വിവശനാണ് എന്ന് പറയുന്നത്. കാരണം ഐ എം നോട്ട് പ്രസന്റ്, ഐ എം ബിസൈഡ് മൈസെൽഫ്. ബിസൈഡ് മൈസെൽഫ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, വളരെ വളരെ ഓവർ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ്. ഐ വാസ് ബിസൈഡ് മൈസെൽഫ് വിത്ത് ജോയ് എന്ന് പറയും. ഇംഗ്ലീഷിലൊരു പ്രയോഗമാണ്. സന്തോഷം കാരണം ഞാൻ എന്നെ തന്നെ മറന്നുപോയി എന്നതിനർത്ഥം. മലയാളത്തിൽ അങ്ങനെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഐ വാസ് ബിസൈഡ് മൈസെൽഫ് വിത്ത് ജോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സന്തോഷം കാരണം, ഇത് ഇങ്ങനെ പറഞ്ഞു, ഇപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവുമെന്ന് വിചാരിച്ചോ, ഞാൻ ഈ കസേരയിൽ ഇരിക്കുമല്ലേ, ഈ കസേരയിൽ ഞാൻ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ എഴുന്നേറ്റോട് തുള്ളിച്ചാടുകയെന്ന് വിചാരിച്ചു മനസ്സുകൊണ്ട്. അതിനെയാണ് ഓവർ ജോയ്ഡ് ബിസൈഡ് മൈസെൽഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്, ഞാൻ കർത്താവിന് മുമ്പിൽ നിൽക്കുമ്പം ഞാനല്ല, ഞാൻ ഓഫാണ്. അപ്പൊ ദൈവത്തിന് മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ഓഫാണ്. അപ്പൊ ഓഫ് ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡെത്ത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ്, മരണം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് കർത്താവിന് മുമ്പിൽ നിൽക്കുന്നത്. എന്റെ ഫിലോസഫി വരാതിരിക്കാൻ, ഞാൻ വലുതാകാതിരിക്കാൻ, ഞാൻ എന്റെ ശരീരത്തിൽ കർത്താവിന്റെ മരണത്തെ വഹിക്കാൻ, ഞാൻ ആ സമയത്ത് കർത്താവിൽ നിന്ന് പ്രാപിക്കുമ്പോൾ ഐ എം നോട്ട് ഫങ്ഷനിങ് ആസ് ആൻ ഇന്റലിജന്റ് ബീയിങ്, ഐ എം ബിസൈഡ് മൈസെൽഫ്. ഞാനിവിടെ ഇരിക്കുകയാണ്, പക്ഷെ ഞാൻ കർത്താവിനോട് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ, എന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, ഞാൻ ആ കാര്യങ്ങൾ വിട്ട് കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കർത്താവിൽ നിന്ന് പ്രാപിക്കുന്ന ആ വിവശതയിൽ നിന്നാണ് എനിക്ക് സുബോധത്തോടെ നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നത്. ബിഫോർ ദ ലോർഡ് ഐ ആം നോട്ട് ഇൻ my own control, but the Spirit of God, the love of God controls me, the love of Christ controls me and reminds me of my death with Christ on the cross. ക്രിസ്തുവിനോട് കൂടെ കാൽവരി ക്രൂശിൽ അവൻ മരിച്ചപ്പോൾ ഞാനും കൂടെ മരിച്ചുവെന്ന് എന്നെ ദൈവത്തിന്റെ സ്നേഹം നിർബന്ധപൂർവ്വം തീരുമാനമെടുപ്പിക്കുകയാണ്. He's leading me to that death experience and that resurrection experience. Okay. So the love of Christ controls us because we have concluded this, that one has died for all, therefore all have died. ഇത് വിശ്വാസത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും വായിക്കുന്ന ഒരു വാക്യമാണ്, ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്ന്. അപ്പൊ ക്രിസ്തു നമുക്കായി മരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? സ്വർഗത്തിലെ കൺക്ലൂഷൻ ഇതാണ്, എല്ലാവരും മരിച്ചു. ആരെല്ലാം മരിച്ചു? ആരെല്ലാം ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു ബൈ എലക്ഷൻ, ആരെല്ലാം ക്രിസ്തുവിൽ ഉണ്ടായിരുന്നോ അവരെല്ലാം മരിച്ചു.
അതൊരു സത്യമാണ്. അത് ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. ദാറ്റ് ഹാസ് ഓൾറെഡി ഹാപ്പൻ. ഐ ഡൈഡ് വെൻ ക്രൈസ്റ്റ് ഡൈഡ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മരിച്ചു. ഐ നോ ലോങ്ങർ ലിവ്. ഞാൻ ഇനി ജീവിക്കുന്നില്ല. ഇറ്റ്സ് നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ഹു ലിവ്സ് ഇൻ മീ. ഞാനല്ല ഇനി ജീവിക്കുന്നത്. ഐ ആം എ വിവശൻ, അല്ലെ എന്ന് പറയുന്നത്. നോട്ട് ഇൻ ഫുൾ കൺട്രോൾ ഓഫ് മൈസെൽഫ്, ബിയോണ്ട് മൈസെൽഫ്, beside myself. Okay. And those who live might no longer live for themselves. അതെന്തിനാണ് നമ്മൾ മരിച്ചെന്നറിയോ? വിവശൻ ആയത് എന്തുകൊണ്ടാണ്? ദൈവത്തിന് മുമ്പിൽ ആ മരണം നമ്മൾ കൺഫ്യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം ഇതാണ്. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിയന്ത്രിക്കുന്നു. ഞങ്ങൾ പഴയ മനുഷ്യൻ മരിക്കുകയും പിന്നെ എന്ത് സംഭവിക്കണം? Those who live might no longer live for themselves. അവരവർക്ക് വേണ്ടി ജീവിക്കരുത്. അവരവർക്ക് വേണ്ടി ജീവിക്കരുത്. ക്രിസ്തു അവന് വേണ്ടിയല്ല ജീവിച്ചത്, നമുക്ക് വേണ്ടി ജീവിച്ചത്. അപ്പൊ കർത്താവിന്റെ ജീവൻ നമ്മൾ വ്യാപിക്കുന്നു. നമ്മൾ നമുക്ക് വേണ്ടി അല്ല ജീവിക്കേണ്ടതെന്നാണ്, കർത്താവിന് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. പലർക്കും കർത്താവ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം ശരിയാക്കാനുള്ള ഒരു ശക്തിയാണ്. എന്നാൽ അങ്ങനെയല്ല. അവന്റെ ജീവനിലേക്ക് നടക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഓക്കെ. Those who live might no longer live for themselves but for him who for their sake died and was raised. അവർക്ക് വേണ്ടി പുനരുത്ഥാനം ചെയ്ത കർത്താവിന് വേണ്ടി അത്രേ ജീവിക്കേണ്ടത്. 5-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം 14-15 ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. അവൻ എല്ലാവർക്കും വേണ്ടി, നമുക്ക് എല്ലാവർക്കും വേണ്ടി മരിച്ചു. എന്തിനു മരിച്ചു? ആ മരണത്തിൽ നമ്മൾ പങ്കാളികളായി അവന് വേണ്ടി നമ്മൾ ജീവിക്കാൻ വേണ്ടി. നമ്മൾ ഇനി നമുക്ക് വേണ്ടിയല്ല കർത്താവിന് വേണ്ടി ജീവിക്കേണ്ടവരാണ് എന്നീ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഓക്കെ. ഇനി അടുത്ത വാക്യം 16-ാം വാക്യം നമുക്ക് നിത്യജീവിതത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു വാക്യമാണ്. വളരെ പ്രയാസമാണത്. നമുക്ക് വായിച്ചു നോക്കാം എന്താണത്. From now on therefore we regard no one according, even though we once regarded Christ according to the flesh, we regard him thus no more. Therefore if anyone is in Christ, he is a new creation. The old has passed away, behold the new has come. ഈ വാക്യം നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് വളരെയധികം ഡെലിവറൻസ് തരുന്ന ഒരു വാക്യമാണ്. 16-ാം വാക്യം, ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് ഇത്തിരി കടുപ്പമുള്ളതായിട്ട്, കാരണം പൗലോസ് പറയുന്ന വാക്യങ്ങൾ നമ്മൾ ജഡപ്രകാരം ആരെയൊക്കെ അറിയുന്നത്? നമ്മുടെ ജഡപ്രകാരം ആരെയൊക്കെ അറിയുന്നു? നമ്മുടെ മാതാപിതാക്കളെ ജഡപ്രകാരം അറിയുന്നതിലാണോ? നമുക്ക് ആത്മാവിലാണോ അറിയുന്നത്? ജഡപ്രകാരം. നമുക്ക് ജഡപ്രകാരം അറിയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് വേണമെങ്കിൽ അതൊരു ബ്ലഡ് റിലേഷൻ ആയിട്ട് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഒരു അക്വൈൻറ്റൻസ് ആയിട്ട് വേണമെങ്കിൽ, പഠിച്ച സമയത്ത് ഒരു അക്വൈൻറ്റൻസ് ആയിട്ട് വേണേൽ പറയാം, ജോലിയിൽ ഒന്നിച്ചു വർക്ക് ചെയ്തൊരു കൊളീഗ് ആയിട്ട് വേണേൽ പറയാം. അപ്പൊ ഇങ്ങനെ നമ്മൾ ജഡപ്രകാരം നമ്മുടെ സുഹൃത്താകാം, അവൻ നമ്മുടെ സുഹൃത്താണ്, അല്ലെങ്കിൽ നമ്മുടെ ശത്രുവാണ്, അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് ചർച്ചിൽ വരുന്നവരാണ്. ഇങ്ങനെ നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ നമ്മൾ കണ്ടെത്തുന്ന ആൾക്കാരെ ജഡപ്രകാരം അറിയുന്ന ആൾക്കാർ. അപ്പൊ പൗലോസ് പറയാണ്, ഞാൻ ജഡപ്രകാരം ആരെ അറിയുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഓരോ വ്യക്തിയെ നോക്കുമ്പോൾ അവർ ക്രിസ്തുവിലാണോ അല്ലയോ എന്നുള്ളതാണ് എന്റെ പ്രശ്നം. ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെയും ഒരു നാൾ ഞാൻ ഒരു വ്യക്തിയായിട്ട് ഒരു ജഡപ്രകാരം, നമുക്കെല്ലാം അറിയാം, ഈ യാക്കോബായിന്നും കത്തോലിക്കെന്നൊക്കെ വന്ന ആൾക്കാർക്ക് യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താ? ഒരു മനുഷ്യൻ. അങ്ങനെ ഓർമ്മ വരുള്ളൂ. താടി മുടിയൊക്കെ നീട്ടിയ ഒരു മനുഷ്യൻ, അങ്ങനെ ഓർമ്മ വരത്തുള്ളൂ. അങ്ങനെ നമ്മൾ തുടങ്ങുന്നത്. യേശു ക്രിസ്തു എന്നൊരു മനുഷ്യൻ, ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ജീവിച്ച മനുഷ്യൻ, നമ്മളൊരു അത്യാവശ്യം ഉണ്ടായാൽ സഹായിക്കുന്ന മനുഷ്യൻ, ദൈവ മനുഷ്യൻ, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരാൾ, നമ്മുടെ പാപങ്ങൾ ചുമന്ന ഒരാൾ, അങ്ങനെ നമ്മൾ അറിയുന്നത്. എന്നാൽ ഇനി അങ്ങനെ അല്ല അറിയുന്നത്. അപ്പൊ ഇനി എങ്ങനെ ആയിരിക്കും അറിയുന്നത്? ഇനി എങ്ങനെ അറിയാൻ പറ്റും? ചിന്തിച്ചു നോക്കി, പറയണ്ട. ഇപ്പൊ പൗലോസ് എങ്ങനെയായിരിക്കും ക്രിസ്തുവിനെ അറിയുന്നത്? അവന്റെ ഉള്ളിലുള്ള ജീവനായിട്ട് അറിയുന്നത്, ആത്മാവിൽ അറിയുന്നത്, ഒരു സെപ്പറേറ്റ് ഉള്ള ഒരു ആരാധനാമൂർത്തിയായിട്ടല്ല. അവനകത്ത് തന്നെ ജീവനായി വ്യാപരിക്കുന്ന ആ ക്രിസ്തുവിന്റെ ജീവനിലാണ് നമ്മൾ അവനെ, ദൈവത്തെ അറിയുന്നത്.
അതുകൊണ്ടാണ് ഏകസത്യതയുമായി നിന്നെയും നീ അയച്ചവനായ ക്രിസ്തുവിനെ അറിയുന്നതാണ് ജീവൻ എന്ന് പറയുന്നത്, നിത്യജീവൻ. അപ്പൊ കർത്താവിനെ നമ്മൾ എങ്ങനെ അറിയുന്നത്? 5 പ്രസംഗം കേൾക്കല്ല കർത്താവിനെ അറിയുന്നത്. ഞാനൊരു ക്രൂശിന്റെ അനുഭവത്തിലൂടെ പോകുമ്പോൾ ഒരാൾ എന്നെ വേദനിപ്പിക്കുമ്പോൾ, മോശമായിട്ട് സംസാരിക്കുമ്പോൾ, ഞാൻ അവിടെ കർത്താവിനെ അറിയുക. കർത്താവ് എങ്ങനെയാണ് യൂദായുടെ മുമ്പിൽ ജീവിച്ചത്, എങ്ങനെയാണ് പത്രോസിനെ സ്നേഹിച്ചത്, അത്രയും തള്ളി പറഞ്ഞപ്പോഴും സ്നേഹത്തോടെ നോക്കിയത് എങ്ങനെയാണ്. അപ്പൊ യേശു ക്രിസ്തുവിനെ ഞാൻ അറിയുന്നത് ജഡപ്രകാരമല്ല, ആത്മാവിലാണ്. അവന്റെ ജീവനാണ് ഞാൻ അറിയുന്നത്. അതുപോലെ ലോകത്തിലുള്ള ആരെയും ഞാൻ ജഡത്തിലല്ല കാണേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം അയ്യോ എന്റെ അപ്പൻ, അയ്യോ എന്റെ അമ്മ, അയ്യോ എന്റെ സഹോദരങ്ങൾ, ഓ എന്റെ മകൻ, എന്റെ മകൾ, ഇതൊക്കെ നമുക്കുണ്ട്. ഇതൊന്നും ഇല്ലെന്നല്ല പറയുന്നത്, എല്ലാം ഉണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ഒരു അറിവ് കർത്താവിൽ നമ്മൾ പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. ഓൾ ആർ ലിവിങ് സോൾസ്, അല്ലെ? ഇപ്പൊ നമ്മുടെ വീട്ടില് വയ്യാത്ത ഒരാൾ റോഡിൽ കൂടെ പോവാണ്, അല്ലെങ്കിൽ നമ്മളുടനെ ഇത് ഞാനെന്തിനാ ഇയാളെ സഹിക്കുന്നു, ഇയാൾ എന്റെ ആരാ? ജഡപ്രകാരം ആരുമല്ല, ജഡപ്രകാരം ആരുമല്ല. അപ്പൊ ജഡപ്രകാരം ആരും അല്ലാത്തവരെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ഇവിടെ എല്ലാം ആ ആത്മാവിൽ കർത്താവിനെ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ എല്ലാ മനുഷ്യരോടും ഉണ്ടാകുന്ന ഒരു സിമ്പതി ഉണ്ട്. ദാറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ദറ്റ് ഫ്ലഷ് റിലേഷൻ. അത് ജഡത്താലുള്ള ഒരു അറിവ് കാരണമല്ല. അത് ആത്മാവ് നമുക്ക് ഓരോരുത്തരെയും നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ അവരോട് ക്രിസ്തു എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ് നമ്മുടെ പരിജ്ഞാനം. അതുകൊണ്ട് സ്നേഹം സ്പ്രെഡ് ആകുന്നത്, അഗപ്പെ സ്പ്രെഡ് ആകുന്നത് ഒരിക്കലും ജഡത്തിലൂടെ അല്ല. അഗപ്പെ സ്പ്രെഡ് ആകുന്നത് ആത്മാവിനാലാണ്. അത് ഓരോ മനുഷ്യരെയും നമ്മൾ ആത്മാവിനെ ആണ് അറിയേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ജഡത്തിന്റെ പരിമിതികൾക്കപ്പുറത്ത് മനുഷ്യരെ അറിയാനും യേശു ക്രിസ്തുവിനെ എൻ്റെ ഉള്ളിലുള്ള ജീവനായി തന്നെ മനസ്സിലാക്കാനും ആ ജീവനിൽ സന്തോഷിക്കാനും അവന്റെ പൂർണ്ണത നമുക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി ഓടുവാനും നമുക്ക് ഈ വാക്യങ്ങൾ സഹായിക്കും. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നത് നമ്മൾ മരിച്ചു എന്ന് കൺഫസ് ചെയ്യാൻ വേണ്ടിയാണ്. മരിച്ചു, ഇനി ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല, ജഡപ്രകാരമല്ല, ആത്മാവിന്റെ ജീവനാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഏതു മനുഷ്യനും ദൈവത്തിന് ഒരുപോലെയാണ്. ഏതു മനുഷ്യൻ അതുപോലെ നമ്മളും കർത്താവ് നോക്കുന്ന. ഇത് നിങ്ങൾ ചോദിക്കാതിരിക്കും എനിക്ക് അങ്ങനെ കഴിയുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ ഇല്ല. അതാണ് പൗലോസ് പറയുന്നത്, ഞാനും അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എന്ത് സംഭവിക്കുന്നത്? ഇപ്പൊ ഞാൻ ഒരാളെയും ജഡപ്രകാരം അറിയുന്നില്ല. അതുപോലെ നമ്മളും ആ ഒരു ഗ്രോത്ത് വരുമ്പോൾ our love will be extended without the consideration of flesh. അത് ഒട്ടും അർഹതയില്ലാത്തവരിലേക്ക് എത്താൻ, ഒട്ടും നമ്മളെക്കുറിച്ച് നമുക്ക് പ്രയോജനമില്ലാത്തവരിലേക്ക് എത്തുവാൻ ആ സ്നേഹത്തിന് കഴിയണം. അതിനെയാണ് കർത്താവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്ന് പൗലോസ് പറയുന്നത്. കർത്താവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നത് കൊണ്ട് ജഡപ്രകാരമല്ലാതെയുള്ള ഒരു ലൈഫ്, ആ ജഡപ്രകാരമല്ലാത്തുള്ള ആ ജീവിതത്തിൽ ദൈവത്തിന്റെ നാമം ഉയർത്തപ്പെടുന്ന ആ ജീവിതത്തിലേക്കാണ് കർത്താവ് ഞങ്ങളെ വിളിക്കുന്നതെന്ന് ഈ വാക്യം നമ്മളോട്. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനി മേലാൽ അങ്ങനെ അറിയുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ആദ്യമൊക്കെ നമ്മൾ ക്രിസ്തുവിനെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടാണ് കാണുന്നത്. കർത്താവ് തീർച്ചയായിട്ടും നമ്മളിന്നും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. നമ്മൾ ഇന്ന് അകന്ന ഒരാളായിട്ടാണ് പലപ്പോഴും നമ്മൾ ആദ്യമൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തുവിനെ നമ്മൾ അനുഭവിക്കുകയാണ്. അവൻ നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസത്താൽ വസിക്കുകയാണ്. It's not just knowing or having some information about him. It's rather living that life in the spirit. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ കർത്താവിനെ അറിയുന്നത് എന്ന് പൗലോസ് പറഞ്ഞു. ഓക്കെ, അപ്പൊ പറയാണ്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ മരിച്ചു, അതുകൊണ്ട് അവൻ ഇനിയൊരു പുതിയ സൃഷ്ടിയാണ്. പുതിയ സൃഷ്ടിയാന്ന് പറഞ്ഞാൽ അതിനർത്ഥം പഴയത് കഴിഞ്ഞു പോയി, പഴയത് ഇനി വർക്കിംഗ് അല്ല. ആ ഫ്ലഷിന്റെ ബേസിലുള്ള ആ ലൈഫ് ഇനി വർക്കിംഗ് അല്ല. അതാണ് നമ്മുടെ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസം നമ്മളോട് പറയുന്നത്. ആ ഫ്ലഷിലുള്ള ആ ലൈഫ് ഇനി വർക്കിംഗ് അല്ല. ഓക്കെ, അടുത്ത വാക്യം, പഴയത് കഴിഞ്ഞു പോയി അവൻ പുതിയ സൃഷ്ടിയായി മാറി. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും മനുഷ്യർ വിചാരിക്കുന്നത് എൻ്റെ പഴയ ആ ലൈഫോടുകൂടി കുറച്ച് നല്ല കാര്യങ്ങൾ ചേരാനുണ്ട്. ഇപ്പൊ നമ്മൾ നമ്മുടെ ലൈഫിനെ നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, കുറച്ചുകൂടെ നന്നാകാനുണ്ട്, ഞാൻ അങ്ങോട്ട് നന്നാകുന്നില്ല ബ്രദറെ, കുറച്ച്
സത്യം പറഞ്ഞാൽ നോക്കുമ്പോൾ അങ്ങനെയൊക്കെ കാണുന്നു. പക്ഷെ പഴയതിനെ നന്നാക്കാമെന്നൊരു പ്രതീക്ഷ നമുക്ക് വേണ്ട. പഴയതൊരിക്കലും നന്നാവില്ല. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തിന്മ വർദ്ധിച്ചു വരുന്നു, അല്ലെങ്കിൽ തിന്മയുണ്ട്, നന്മയില്ല, അയ്യോ കർത്താവെ നിലവിളിക്കേണ്ട കാര്യമില്ല. അത് നന്നാവില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? അതിന്റെ മരണത്തിന് വിടുകയാണ് വേണ്ടത്. മരിച്ചു എന്ന് വിശ്വസിക്കുകയാണ് വേണ്ടത്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ഹാസ് നോ അതോറിറ്റി ഓവർ. ഓക്കെ, അപ്പോൾ മരിച്ചു കഴിഞ്ഞാല് ആ ക്രിസ്തുവിനോടുള്ള മരണത്തിൽ നമ്മൾ പങ്കാളികളായി കഴിഞ്ഞാൽ നമ്മുടെ ജഡപ്രകാരമുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല നമുക്കുള്ളത്. നമ്മൾ സ്വർഗത്തിൽ സൃഷ്ടിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സ്വരൂപത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനായിട്ട് രൂപാന്തരപ്പെടുന്നു. അപ്പൊ ഒരിക്കലും പഴയതിനെ നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റില്ല. എപ്പോഴും പുതിയതിലേക്ക് വിശ്വാസത്താൽ നോക്കാനേ പറ്റുള്ളൂ. ക്രിസ്തുവിന്റെ ജീവനിലേക്ക് നോക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. പഴയതിനെ റീഫോം ചെയ്യാൻ യാതൊരു വഴിയുമില്ല. അതുകൊണ്ടാണ് ഇതിന് മുമ്പിൽ ക്രൂശ് വെച്ചിരിക്കുന്നത്. കാരണം യു കാനോട്ട് ചേഞ്ച് യുവർ ലൈഫ്, യു ക്യാൻ ഓൺലി അബാൻഡൻ ഇറ്റ്. എന്തിനു വേണ്ടി അത് അബാൻഡൻ ചെയ്യും? എന്തിനു വേണ്ടി അത് കളയുന്നത്? കർത്താവിന്റെ പുതിയ ജീവന് വേണ്ടിയാണ് അത് കളയുന്നത്. We are no longer living our old lives. We are living that new life in Christ. ക്രിസ്തുവിലുള്ള പുതിയ ജീവനാണ് നമ്മൾ ജീവിക്കുന്നത് ബൈ ഫെയ്ത്ത്. അവിടെയാണ് നമ്മൾ എംഫസൈസ് ചെയ്യേണ്ടത്. അത് നമ്മുടെ എന്താ പറയുന്നത്, ഈ ശരീരത്തിന്റെ കാഴ്ചയിലല്ല ആ ക്രിസ്തുവിലുള്ള ജീവിതം നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ ഫെയ്ത്തിനാലാണ്. ആ ഫെയ്ത്ത് നമ്മുടെ ശരീരത്തിന്റെ കാഴ്ചയായിട്ട് മാറണമെങ്കിൽ നമ്മുടെ ശരീരം തേജസ്കരിക്കപ്പെടുന്നവരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ഈ പുതിയ ജീവനെ നമുക്ക് നമ്മുടെ ശരീരത്തിലും കാണാൻ പറ്റും. ആ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുന്നത് വരെ നമ്മൾ ഫെയ്ത്തിനാലാണ് നമ്മുടെ ഓട്ടം. അപ്പൊ ശരീരത്തിൽ പാപമുണ്ട്, പക്ഷെ വി ആർ പുഷിംഗ് ഫോർ ദാറ്റ് എക്സലൻസ് ഇൻ ക്രൈസ്റ്റ്. ഓക്കെ, പഴയത് കഴിഞ്ഞു പോയി, അത് പുതിയതായി തീർന്നിരിക്കുന്നു. അപ്പോ പുതിയതാണ് നമ്മൾ ജീവിക്കേണ്ട ജീവിതം. അത് ബൈ ഫെയ്ത്ത് ആണ്. പഴയത് പതുക്കെ 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 പുതിയതാവുമെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും സാധനം ലോകത്ത് പഴയത് പതുക്കെ പതുക്കെ പുതുതായിട്ടുണ്ടോ? ഉണ്ടോ? പഴയ ഒരു സാധനമാണ് എൻ്റെ കയ്യിലുള്ളത്, അത് പതുക്കെ പതുക്കെ പുതുതായിക്കോളും ബ്രദറെ, പതുക്കെ പതുക്കെ നന്നായിക്കോളും. അങ്ങനെ ഒരു പരിപാടി ഇല്ല. പഴയത് കഴിഞ്ഞുപോയി. പഴയത് ഒരിടത്തും തന്നെ പുതുതായി മാറിയതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പുതിയത് ഈസ് ആൻ എൻറ്റയർലി ഡിഫറെന്റ് തിങ്. പഴയതുമായി യാതൊരു ബന്ധവുമില്ല. അതിന്റെ കാഴ്ചയ്ക്കോ അതിന്റെ പ്രിൻസിപ്പിൾസിനോ അതിന്റെ എക്സിക്യൂഷനോ യാതൊരു തരത്തിലുള്ള ബന്ധവും പഴയതുമായിട്ടില്ല. ഓൾ ഹാസ് പാസ്ഡ് അവേ ആൻഡ് ദി ന്യൂ ഹാസ് കം. പുതിയത് വന്നിരിക്കുന്നു. ഇതിനൊക്കെയും ദൈവം തന്നെ കാരണബോധൻ. അപ്പൊ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഈ പുതുമയ്ക്ക്, ക്രിസ്തുവിലുള്ള പുതുക്കം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ കാരണമായത് ദൈവം തന്നെയാണ്. അത് നമ്മുടെ എന്തെങ്കിലും പ്രവൃത്തിയല്ല. ഇത് വളരെ നിർണായകമായ ഒരു വേദഭാഗമാണ് നമ്മുടെ വിശ്വാസത്തെ സംബന്ധിക്കുന്നത്. കാരണം നമ്മൾ പുതുതായി ജീവിക്കുന്നത് നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, നമ്മുടെ തീരുമാനം കൊണ്ടല്ല. അതിനൊക്കെയും ദൈവം അത്രേ കാരണബോധൻ. അപ്പോൾ ക്രിസ്തുവിൽ അവൻ നമ്മുടെ മരണത്തെ വഹിച്ച് അവന്റെ കൂടെ മരിച്ച് നമ്മളെല്ലാവരും, ആരെല്ലാം ക്രിസ്തുവിൽ ഉണ്ടായിരുന്നോ അവരെല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളായി തീരുമ്പോൾ അവർക്ക് എന്ത് സംഭവിക്കുന്നു? പഴയത് കഴിഞ്ഞു പോകുന്നു, പുതിയത് ആത്മാവിനാൽ സൃഷ്ടിക്കപ്പെടുന്ന ഒന്ന് അവരുടെ ഉള്ളിൽ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു നിക്കോദെമോസിനോട് പറയുന്ന കാര്യം എന്താണ്? വെള്ളത്താലും ആത്മാവിനാലും നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. ദൈവരാജ്യം കാണാൻ പോലും നിനക്ക് കഴിയില്ല. അപ്പോൾ വെള്ളം, ആത്മാവ് എന്നീ 2 ഘടകങ്ങൾ കൊണ്ടാണ് വീണ്ടും ജനനത്തെ നിർവചിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് വെള്ളം? വെള്ളം വചനമാണെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ വചനം എന്നൊരു വാക്യം നമുക്കുണ്ട്. എങ്കിലും നമ്മൾ എപ്പോഴും ഒരു വാക്യം വ്യാഖ്യാനിക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലമാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളത്. നമ്മുടെ ചുറ്റുമുള്ള പശ്ചാത്തലം, ആ വാക്യത്തിന് ചുറ്റുമുള്ള പശ്ചാത്തലം. ആ വാക്യത്തിന് ചുറ്റുമുള്ള ഒരു വാക്യത്തിലും വചനം എന്നൊരു സൂചന പോലും ഇല്ല. ഓക്കെ, വചനം എന്നൊരു സൂചന അവിടെ ഇല്ല. എന്നാൽ വേറൊരു സൂചനയുണ്ട്. ജഡത്താൽ ജനിച്ചതെല്ലാം ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്ന ഒരു സൂചന അവിടെയുണ്ട്. അപ്പൊ നിക്കോദെമോസിനോട് കർത്താവ് പറയുന്നത്, നീ ജഡത്താൽ ജനിച്ചതാണെന്നും ജഡരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ പറ്റിയില്ലെന്നും അതുകൊണ്ട് നീ ഒരു മരണ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകണമെന്നും. വെള്ളത്തിൽ മുങ്ങുക എന്ന് പറയുന്ന ഒരു മരണ എക്സ്പീരിയൻസിനെ കാണിക്കുന്നതാണ്. അപ്പൊ ഓൾഡ് നിക്കോഡെമോസ് ഹാസ് ടു പാസ് അവേ ആൻഡ് ദ ന്യൂ ഹാസ് ടു ബി ബോൺ ഫ്രം എബവ്. പുതിയത് ഉണ്ടാകണം. ഇത് രണ്ടും കൊണ്ടാണ് ഒരു മനുഷ്യന്റെ വീണ്ടും ജനനം സാധിക്കുന്നത്. പഴയത് കഴിഞ്ഞു പോവുകയും അത് മരണത്തോട് സദൃശപ്പെടുത്തുകയും പുതിയത് ആത്മാവിനാൽ രൂപപ്പെടുകയും ചെയ്യുന്നത്. അതാണ് അവിടെ ഏറ്റവും ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം യേശു ക്രിസ്തു പറയുന്നത്
നിന്റെ ഈ പഴയ നീ എത്ര എക്സ്പെർട്ട് ആയാലും എത്ര നീതിമാനായാലും നിനക്ക് ഈ പഴയ ജീവിതം കൊണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. ഇറ്റ് ഹാസ് ടു ബി അണ്ടർ വാട്ടർ. ദാറ്റ് മീൻസ് യു ഹാവ് ടു വാഷ് ദാറ്റ് അവേ. മരണത്തിന്റെ ഒരു കഴുകലാണ്. പഴയത് ഒഴിഞ്ഞു പോകണം. ജഡത്താൽ ജനിച്ചത് മുഴുവൻ ജഡമാണ്. ആത്മാവിനാൽ ജനിക്കുന്നതാണ് ആത്മാവ്. ആത്മാവിന് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ആത്മീകമല്ലാത്തതിന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയാത്തത് കൊണ്ട് കർത്താവ് അവനോട് പറയാണ്, നീ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. അപ്പൊ പഴയത് കഴിഞ്ഞു പോകുന്നതും പുതിയത് വരുന്നതുമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ എന്നുമുള്ള എക്സ്പീരിയൻസ്. അത് കുറച്ച് ദിവസത്തേക്കുള്ള എക്സ്പീരിയൻസ് അല്ല, ആദ്യകാലത്തേക്കുള്ള എക്സ്പീരിയൻസ് അല്ല. ജീവിതകാലം മുഴുവൻ പഴയത് കഴിഞ്ഞു പോവുകയും പുതിയത് വരികയും ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസിലാണ് നമ്മൾ ജീവിക്കുന്നത്. എവറി മോമെന്റ് വി കാസ്റ്റ് അവേ ദ ഫ്ലഷ് ലൈഫ് ഇൻ ഫെയ്ത്ത്. ആ വിശ്വാസം ഓരോ സമയത്തും നമ്മളെ ആ പഴയതിനെ ഉപേക്ഷിച്ച് കളയുവാനുള്ള ആ ഒരു ഫെയ്ത്തിലേക്കാണ് നമ്മളിത് നയിക്കുന്നത്. ഓക്കെ, എവറി മോമെന്റ് വി സ്നാച്ച് ദാറ്റ് ന്യൂ ഇൻ ഫെയ്ത്ത്. വിശ്വാസത്താൽ നമ്മൾ ആ പുതിയതിന്റെ പങ്കാളിത്തത്തിലേക്ക് ഓരോ സമയത്തും നമ്മൾ ബലമായി പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. അതായത് ദൈവവും നമ്മളും തമ്മിൽ സമാധാനം ഉണ്ടാക്കി. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പൊ ഈ ദൈവവുമായി മനുഷ്യരെ നിരപ്പിക്കാനുള്ള ഒരു ശുശ്രൂഷയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, ഞങ്ങൾക്ക് തന്നെ. അപ്പൊ എവിടെ ചെന്നാലും ഒരു മനുഷ്യനോട് നമ്മൾ സംസാരിക്കുമ്പോഴുള്ള ശുശ്രൂഷ, ഒന്നാമത്തെ ശുശ്രൂഷ എന്താണ്? ദൈവവും മനുഷ്യനും തമ്മിലുള്ള ശത്രുത. ആ ശത്രുത നീക്കുവാൻ ക്രിസ്തു എന്ന മധ്യസ്ഥനിലൂടെ ആ ശത്രുത നീക്കാൻ ആ മനുഷ്യനെ സഹായിക്കുക എന്നുള്ളതാണ് ഏതും മനുഷ്യനോടും നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രയോജനം. അപ്പൊ ദൈവവുമായി മനുഷ്യർക്ക് സ്വസ്ഥത ഉണ്ടാവുക, നിരപ്പിക്കുക. ആ നിരപ്പിന്റെ ശുശ്രൂഷയാണ് ശരിക്കും ദൈവം നമ്മെ ഏൽപ്പിക്കുന്നത്. അപ്പൊ നമ്മളൊരു മനുഷ്യനോട് സുവിശേഷം പറയുന്നത് അവനെ സഭയെ ചേർക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ മാത്രമല്ല, അവന് പിതാവുമായി നിരപ്പുണ്ടാവുക, സമാധാനം ഉണ്ടാവുക, സമാധാനമായിട്ട് മരിക്കാൻ പറ്റുക, സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുക, സമാധാനമായിട്ട് കർത്താവിനെ സാക്ഷിക്കാൻ പറ്റുക. ഇങ്ങനെ അനേക ആ ദൈവവുമായി എപ്പോഴും ആ ഒരു പീസ്, ഒരു എന്താ പറയുന്ന സ്വസ്ഥത അല്ലെങ്കിൽ ഒരു നിരപ്പ് ഉണ്ടാകേണ്ടതിനാണ് ഈ ശുശ്രൂഷ നടക്കുന്നത്. അപ്പൊ എല്ലാ സുവിശേഷ പ്രസംഗങ്ങളും കേൾക്കുന്നവർക്ക് ദൈവവുമായി നിരപ്പുണ്ടാകുന്നതിന് വേണ്ടിയുള്ള ശുശ്രൂഷകളാണ്. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ വരമേൽപ്പിച്ചു. അപ്പൊ ദൈവവും മനുഷ്യരും തമ്മിൽ യേശുക്രിസ്തു അല്ലാതെ വേറൊരു മധ്യസ്ഥനും ഇല്ല എന്ന് പറയാനുള്ള കാരണം, എനിക്ക് ദൈവത്തോട് എന്തെങ്കിലും അസമാധാനം ഉണ്ടെങ്കിൽ ആ നിരപ്പുണ്ടാക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ, യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. അങ്ങനെ കർത്താവിന് കഴിയും എന്നുള്ളതാണ് എന്റെ സുവിശേഷം. അതാണ് പൗലോസ് പറയുന്നത്. ഓരോരുത്തരോടും ഞാൻ ചെന്ന് പറയുന്നതാണ്, പിതാവുമായി നിങ്ങളുടെ ആ ഗ്യാപ്പ് കവർ ചെയ്യുന്ന കർത്താവ് നമുക്കായി നൽകപ്പെട്ടിരിക്കുന്നു. ഇഫ് യു ബിലീവ് ഹിം യു ക്യാൻ എൻറ്റർ ഇൻ ടു ദ ത്രോൺ ഓഫ് ഗ്രേസ്. ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്തേക്ക് യു ക്യാൻ ഗെറ്റ് നിയർ ദ ത്രോൺ ഓഫ് ഗ്രേസ് വിത്ത് കോൺഫിഡൻസ്. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ മേൽ വരമേൽപ്പിച്ചു. അപ്പൊ ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച നിരപ്പിന്റെ വചനം. അപ്പൊ ഈ 2 കൊരിന്ത്യർ ലേഖനം ഒന്ന് നമ്മൾ ഈ 2 വാക്യം കൂടെ ഉണ്ട്, അത് വായിച്ച ശേഷം നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. അത് ഈ 2 കൊരിന്ത്യർ ലേഖനത്തിന്റെ 5-ാം അധ്യായം മുഴുവൻ. കാരണം അനേകം വിവിധങ്ങളായ വിഷയങ്ങളാണ് ഈ അധ്യായം പൊട്ടുപോകുന്നത്. നമ്മൾ ഇന്നലെയും ഈ കഴിഞ്ഞ ബൈബിൾ ക്ലാസ്സിലും ഈ ബൈബിൾ ക്ലാസ്സിലുമായിട്ടാണ് ഇത് കണ്ടത്. ഓക്കെ, ആകെ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. കേട്ടോ, അപ്പൊ ശുശ്രൂഷയിൽ ശരിക്കും നമ്മളോട് സംസാരിക്കേണ്ടത് ക്രിസ്തുവാണ്. ക്രിസ്തുവിന് പകരം ഈ സുവിശേഷകർ വന്ന് ഓരോരുത്തരോടും പറയാണ്, നിങ്ങൾ ദൈവത്തോട് നിരന്നോ, ഞങ്ങൾ പുതിയ രാജ്യത്തിന്റെ അംബാസഡർമാരാണ്, നമ്മുടെ ദൈവം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, സ്വന്തം പുത്രനെ വരെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചാൽ അവനുമായി സമാധാനം ഉണ്ടാകുമെന്ന് ഞങ്ങൾ സ്വർഗത്തിന്റെ സ്ഥാനാപതികളായി ക്രിസ്തു എന്ന് നിർബന്ധിക്കേണ്ട സ്ഥാനത്ത്. അപ്പൊ ഒരു സ്ഥാനാപതി ചെന്ന് സംസാരിക്കുമ്പോൾ, ഇപ്പൊ ചൈനയും ഇന്ത്യയും തമ്മിൽ പ്രശ്നമുണ്ട്. ചൈനയുടെ സ്ഥാനാപതി എന്തെങ്കിലും വന്ന് ഇവിടെ പറഞ്ഞാൽ അത് ആര് പറയേണ്ട കാര്യമാണ് പറയുന്നത്? ചൈനീസ് പ്രസിഡന്റ് പറയേണ്ട കാര്യമാണ് പറയുന്നത്. അതുപോലെ നമ്മൾ സുവിശേഷം പറയുമ്പോൾ ആര് പറയേണ്ട കാര്യമാണ് നമ്മൾ പറയുന്നത്? യേശുക്രിസ്തു പറയേണ്ട കാര്യമാണ് നമ്മൾ പറയുന്നത്. അവന്റെ റെപ്രസെന്റേറ്റീവ് ആണ്, അവന്റെ അംബാസിഡർ ആയിട്ടാണ് ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നത്. അപ്പൊ കർത്താവ് എന്ത് പറയുമോ അത് പറയാനും, കർത്താവ് എന്ത് ചെയ്യുമോ അത്, കർത്താവ് എങ്ങനെ ശുശ്രൂഷിക്കുമോ അങ്ങനെ ശുശ്രൂഷിക്കാനും വേണ്ടിയാണ് ദൈവം എന്നെ ഈ ലോകത്ത് പരദേശിയായി എന്നെ ഈ ലോകത്ത് വിട്ടിരിക്കുന്നത്. ബിഫോർ എവറി മാൻ ഐ ആം ആൻ അംബാസഡർ ഓഫ് ക്രൈസ്റ്റ്.
ആൻഡ് ഐ റെപ്രസെന്റ് ഹിം. ഞാൻ അവനെ പ്രതിനിധീകരിക്കുന്നു, പ്രതിനിധാനം ചെയ്യുന്നു. അവനെ ആണ് ഞാൻ എപ്പോഴും പ്രതിദാനം ചെയ്യുന്നത്. അവൻ പറയേണ്ട വാക്കുകളാണ് ഞാൻ പറയുന്നത്. അപ്പൊ സുവിശേഷം എന്ന് പറയുന്നത് ശരിക്കും ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. അത് പറയാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അപ്പോസ്തലന്മാരിലാണ്. അപ്പോസ്തലന്മാർ അത് പറയുന്നത് ക്രിസ്തു പറയേണ്ട അതേ കാര്യങ്ങളാണ്. അവരുടെ ഫിലോസഫി അല്ല, അവർ മനുഷ്യരുടെ ഇടയിൽ നിന്ന് പ്രാപിച്ചതല്ല. ഇതാണ് 5-ാം അധ്യായത്തിലെ 4-ാം അധ്യായത്തിലല്ല, കൊരിന്ത്യർ ലേഖനത്തിലെ പൗലോസ് പ്രത്യേകം എംഫസൈസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ നിങ്ങളോട് പറയുന്ന സുവിശേഷം ഒരിക്കലും ഞങ്ങളുടെ ഹൃദയത്തിൽ ചുമ്മാ തോന്നിയതല്ല, ഒരിക്കലും അത് മാനസികമായ ഒരു തത്വചിന്തയിൽ നിന്ന് വന്നതല്ല. അത് ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതാണ്. അത് കർത്താവായ യേശുക്രിസ്തു എന്ത് സംസാരിക്കുമായിരുന്നോ അതിന്റെ തന്നെ വെളിപ്പെടുത്തലാണ് എന്നാണ്. അപ്പൊ സുവിശേഷത്തിന് പവർ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത് ക്രിസ്തു തന്നെ പറഞ്ഞു തുടങ്ങിയതാണ് ആ സുവിശേഷം, പുത്രനാൽ നൽകപ്പെട്ടതാണ്. അപ്പൊ സുവിശേഷ പ്രസംഗകൻ ശരിക്കും സുവിശേഷകൻ രക്ഷകനായ ക്രിസ്തു തന്നെയാണ്. നമ്മൾ അവന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് അവൻ പറയേണ്ട കാര്യങ്ങളാണ് സുവിശേഷത്തിൽ നമ്മൾ പറയുന്നത്. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആവുന്നു. അത് എന്ത് ഭയങ്കര ഗമയല്ലേ അത്. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്താ സത്യത്തിൽ സംഭവിക്കുന്നത്? ദൈവം നിങ്ങളോട് ഞാൻ മുഖാന്തരം പ്രബോധിപ്പിക്കുമോ? അപ്പൊ ദൈവത്തിന്റെ സ്ഥാനാപതിയായിട്ട് ദൈവം നിൽക്കേണ്ട സ്ഥാനത്ത് നിൽക്കാനാണ് നമ്മളെ ദൈവം ഓരോ ശുശ്രൂഷകരെയും വിളിക്കുന്നത്. അപ്പൊ ശുശ്രൂഷ എന്ന് പറയുന്നത് എപ്പോഴും അധികാരമുള്ളതാകുന്നത് ക്രിസ്തു നിങ്ങളോട് സംസാരിക്കുമ്പോഴാണ്. എന്റെ വാക്കുകളിലൂടെ ക്രിസ്തു നിങ്ങളോട് സംസാരിക്കുന്നത്, ദൈവം നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അതോറിറ്റി ഉണ്ട്. ഞാൻ തന്നെയാണ് സംസാരിക്കുന്നത്, യാതൊരു അതോറിറ്റിയും ഇല്ല. അപ്പൊ ശുശ്രൂഷകളെല്ലാം ദൈവത്തിന്റെ പ്രതിനിധാനം ചെയ്യുന്നതും ദൈവം നമ്മളോട് പ്രബോധിപ്പിക്കുന്നത് പോലെയാണ്. അപ്പൊ വചനത്തിന്റെ കേൾവി ചേസ് പാസ്റ്റർ പറഞ്ഞു ഇങ്ങനെയൊക്കെയാ കേട്ടോ പറഞ്ഞത് എന്ന് പറയാൻ വേണ്ടി അല്ല. കർത്താവ് വചനമാണ് നമ്മളോട് പറയുന്നതെങ്കിൽ, വചനമാണ് പറയുന്നതെങ്കിൽ, എന്റെ തത്വചിന്തയാണെങ്കിൽ പറ്റില്ല, വചനമാണ് പറയുന്നതെങ്കിൽ അത് ദൈവം തന്നെയാണ് നിങ്ങളോട് പറയുന്നത്, ദൈവം തന്നെയാണ് നമുക്ക് ഇത് എഴുതി തന്നിട്ടുള്ളത്. അപ്പൊ ശുശ്രൂഷയുടെ അധികാരം വരുന്നത് കർത്താവിന് പകരം ഞാൻ നിൽക്കുമ്പോഴാണ്. അല്ലാതെ യാതൊരുവിധ അധികാരം എനിക്കില്ല. യേശുക്രിസ്തു പറയുന്നത് ഞാൻ പറയുമ്പോൾ മാത്രമാണ് എനിക്ക് സ്വർഗീയമായ ദൈവികമായ അധികാരമുള്ളത്. ഓക്കെ, അടുത്ത വാക്യം പറയാണ്, വളരെ പ്രധാനപ്പെട്ട 21-ാം അധ്യായത്തിന് 21-ാം വാക്യം വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. ഇതെല്ലാം വളരെ ഡീപ്പായിട്ട് ദിവസങ്ങളോളം പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. 21-ാം വാക്യം പറയുന്നത്, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്, കണ്ടോ, അവൻ നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി. Christ was offered as a sin offering. He was made sin and he was punished. അവനെ പാപമാക്കി മാറ്റി അവനെ പണിഷ്മെന്റിന് ഏൽപ്പിച്ചു കൊടുത്തു. എന്തിനു വേണ്ടി അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തു? നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന്. ഇതൊരു വലിയ ട്രാൻസ്ഫർ ആണ് കാണിക്കുന്നത്. നമ്മുടെ പാപങ്ങളെ കർത്താവിലേക്കും അവന്റെ നീതി നമ്മിലേക്കും. ഒരു ഹെവൻലി ട്രാൻസ്ഫർ ആണ്. ട്രാൻസ്ഫർ അറ്റ് ദ ക്രോസ്, എക്സ്ചേഞ്ച് അറ്റ് ദ ക്രോസ്. ക്രൂശിൽ നടന്ന വലിയൊരു കൈമാറ്റം. ആ കൈമാറ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പാപങ്ങളെ മുഴുവൻ അവൻ എടുത്തിട്ട് അങ്ങ് മരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവന്റെ നീതിയെ അവൻ എനിക്ക് തന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് എന്ത് ചെയ്തു? നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ക്രിസ്തുവിനെ പാപമാക്കി, നീതിമാനെ പാപമാക്കി, നീതി നമുക്കും പാപമവനും എക്സ്ചേഞ്ച് ചെയ്തു. അങ്ങനെ അവൻ തകർക്കപ്പെട്ടവനായി കർത്താവിന് മുമ്പിലിരുന്നു. ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത് കർത്താവ് നമുക്ക് വേണ്ടി നീതിയായി മാറുന്നത് വലിയ വില കൊടുത്തിട്ടാണ്. അവന്റെ കൃപാമഹത്വമാണ് നമ്മളവിടെ കാണുന്നത്. വെൻ ഹി ഡൈഡ് ഓൺ ദ ക്രോസ് ഹി ഷോഡ് us so much love. ആ ലവ്, ആ സ്നേഹം നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മൾ വിവശന്മാരായി കർത്താവിന് മുമ്പിൽ നിൽക്കാൻ വേണ്ടിയാണ്. അതായത് ബുദ്ധി ഇല്ലാത്തവരായി, ഡിസൈഡ് അവർസെൽസ്. കാരണം ക്രൈസ്റ്റ് ഈസ് എവറിത്തിങ് ടു us. നമ്മൾ കർത്താവ് അല്ലാതെ വേറൊന്നിനും പുകഴുവാനില്ലാത്ത രീതിയിൽ മനുഷ്യരെ ഭയപ്പെടാതിരിക്കേണ്ടതിന്, കർത്താവിനെ ഭയപ്പെടേണ്ടതിന്, മനസാക്ഷിയിൽ കർത്താവ് ശുദ്ധമായൊരു മനസാക്ഷി നമുക്ക് നൽകേണ്ടതിന്, ഹൃദയം നോക്കിയിട്ട് അല്ലാതെ മുഖം നോക്കി സംസാരിക്കുന്നവരുടെ മുമ്പിൽ മറുപടി പറയാൻ കഴിയേണ്ടത്. പൗലോസ് പറയാണ്, ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച ജീവിതം പ്യുവർലി ഇറ്റ് വാസ് ബൈ ഗോഡ്, ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടി, ദൈവത്താൽ ഞങ്ങൾ വിവശന്മാരെ പോലെ കർത്താവിന് മുമ്പിൽ നിന്നു. കർത്താവെ, നീ എന്നെ എങ്ങനെ വേണമെങ്കിലും നീ എന്നോട് സംസാരിച്ചോ, എങ്ങനെ വേണമെങ്കിലും നീ എന്നെ ഉപയോഗിച്ചോ. എന്റെ ഒരു ബുദ്ധിയോ ഒരു ഐഡിയയോ ഒരു ക്രമമോ ഞാൻ നിന്നെ ഉപയോഗിക്കുന്നില്ല. I stand yourself and I stand before you
ആസ് someone beside myself. ഞാനല്ലാത്ത പോലെ, മരിച്ച പോലെ. യേശുക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾ എന്തിനാ നിർബന്ധിക്കുന്നത്? ഞാൻ എനിക്ക് നൽകുന്ന എംഫസിസ് ഇല്ലാതാകാൻ വേണ്ടിയാണ്. അപ്പൊ 5-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും തമ്മിലുള്ള ടെൻഷനാണ്. പഴയത് കഴിഞ്ഞു പോകുന്നു, പുതിയത് നിലനിൽക്കുന്നു. ആ പുതിയത് നമ്മൾ ജീവിക്കുന്നത് വിശ്വാസത്താലാണ്. വി ലീവ് ദാറ്റ് ന്യൂ ലൈഫ് ബൈ ഫെയ്ത്ത്. വിശ്വാസത്താൽ നമ്മൾ ജീവിക്കുന്ന പുതിയ ജീവനും പഴയതും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ്. അപ്പൊ പുതിയ ജീവൻ എപ്പോഴും ഒരു പ്രത്യാശയുണ്ട്. പ്രത്യാശയിലൂടെ കിരീടത്തിലേക്കാണ് നോക്കുന്നത്. പഴയ മനുഷ്യൻ അങ്ങനല്ല. പഴയ മനുഷ്യൻ കാഴ്ചയെ നോക്കി ജീവിക്കുന്നവനാണ്. അവന് മനുഷ്യരുടെ പ്രസാദമാണ് ഇഷ്ടം. മനുഷ്യരുടെ മുഖം നോക്കിയാണ് അവൻ ജീവിക്കുന്നത്. അവന്റെ പ്രവൃത്തികൾ മാനുഷികമാണ്. അവന്റെ മതവും മാനുഷികമാണ്. അവൻ എല്ലാവരും അറിയുന്നത് ജഡപ്രകാരമാണ്, ആത്മാവിലല്ല. അപ്പൊ നമ്മളെ കുറിച്ച് പറയുന്നത് പുതിയ മനുഷ്യൻ അങ്ങനല്ല. പുതിയ മനുഷ്യൻ ജഡപ്രകാരം ആരെ അറിയുന്നില്ല. ദൈവവുമായിട്ടുള്ള സമാധാനമാണ് അവൻ എൻജോയ് ചെയ്യുന്നത്. അവർക്ക് മനസാക്ഷിയിൽ ദൈവത്തിന് മുമ്പിൽ അവർക്ക് നല്ല മനസാക്ഷിയുണ്ട്. അവർ മനുഷ്യരെ ഭയപ്പെടുന്നില്ല, ദൈവത്തെ മാത്രമേ ഭയപ്പെടുന്നുള്ളൂ. മുഖം നോക്കുന്നവരുടെ മുമ്പിൽ അല്ല അവർ പ്രസാദിക്കുന്നത്, ഹൃദയം നോക്കുന്നവരുടെ മുൻപിൽ ആണ് അവർ ജീവിക്കുന്നത്. ദൈവത്തിന് മാത്രമേ ഹൃദയം നോക്കാൻ അവകാശമുള്ളൂ. മനുഷ്യരെ പ്രസാദിപ്പിക്കാനല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇനി ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവത്രേ എന്ന ഫെയ്ത്ത് അതെങ്ങനെയാണ് പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് എന്നാണ് ഈ വചനം നമ്മളെ ഇത്രയും നേരം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ വചനം ദൈവവുമായി നമുക്കൊരു നിരപ്പുണ്ടാക്കുകയും ആ നിരപ്പിന്റെ ശുശ്രൂഷ നമ്മെ കർത്താവിന് മുമ്പിൽ നിൽക്കുവാൻ യോഗ്യരാക്കി മാറ്റുകയും ചെയ്യുമെന്ന് ഈ വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ യേശു ക്രിസ്തു നമുക്ക് പകരം പാപമായി തീർന്നു നാം അവനിൽ ദൈവനീതിയാകേണ്ടതിന് ഈ രക്ഷ നമുക്ക് നീതിക്ക് കാരണമായി മാറി. അത് നമ്മുടെ നീതിയല്ല, ക്രിസ്തുവിന്റെ നീതിയാണ്. നമ്മൾ ഒരു ന്യായാധിപ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. നിങ്ങൾ വിശ്വാസത്താലാണ് ഓടിയതെങ്കിൽ നിങ്ങളുടെ നീതി ക്രിസ്തുവിന്റെ നീതിയായിരിക്കും. എന്നാൽ സ്വയമേ ഓടാൻ ശ്രമിക്കുമായിരുന്നെങ്കിൽ ആ നീതി നിങ്ങളുടെ സ്വന്തമായിരിക്കും. അതിന് നിങ്ങളെ രക്ഷിക്കാൻ ഒരിക്കലും കഴിയില്ല. നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത് ക്രിസ്തുവിന്റെ നീതിയാലാണ്. അതുകൊണ്ടാണ് 21-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി മാറ്റി. ആ പാപമാക്കി മാറ്റി കഴിയുമ്പോൾ പാപത്തോട് ദൈവത്തിന്റെ ദേഷ്യം എന്താണെന്നറിയോ? ക്രോധം. ആ ക്രോധം മുഴുവൻ കർത്താവിന്റെ ശരീരത്തിന്മേൽ വന്നു. അവന്റെ ശരീരം മുറുക്കപ്പെട്ടു. അവന്റെ ശരീരം യാഗമായി അർപ്പിക്കപ്പെട്ടു. ആ കോപം മുഴുവൻ അവന്റെ മേൽ വന്നു. കാരണം അവനെ പാപമാക്കി മാറ്റി. ആ സമയത്ത് നമ്മൾ നീതിയിലേക്ക് പ്രവേശിക്കായിരുന്നു, അല്ലെ? അത് എബ്രായ ലേഖനം 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആ ക്രിസ്തുവിന്റെ യാഗം നമ്മളെ വിശുദ്ധീകരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു പിക്ചറുണ്ട്. വേദന എന്ന് പറഞ്ഞാൽ ആ സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ഒരു വേദന. 13-ാം അധ്യായത്തിൽ പറയുകയാണ്, 11-ാം വാക്യം, മഹാപുരോഹിതൻ പാപപരിഹാരത്തിനായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. രക്തം വിശുദ്ധ മന്ദിരത്തിൽ അർപ്പിക്കപ്പെടുമ്പോൾ കർത്താവ് നഗരത്തിന് വെളിയിൽ നിന്ദിക്കപ്പെടുകയായിരുന്നു, അപമാനിക്കപ്പെടുകയായിരുന്നു, ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു, കഷ്ടം അനുഭവിക്കായിരുന്നു. അടുത്ത വാക്യം പറയാണ്, ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. അവന്റെ നിന്ദയുടെ ഭാഗമായി മാറാൻ വേണ്ടി. അതിനിടയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും നമ്മൾ, ആൾക്കാർ ഞങ്ങളെ നിന്ദിക്കുന്നതിന് നടുവിൽ ഞങ്ങളെ മാനമാക്കി നടത്തുന്ന ദൈവം. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിലൂടെ വരുന്ന മാന്യത അല്ലാതെ നമുക്ക് വേറൊരു മാന്യതയെ നോക്കേണ്ട കാര്യമില്ല. ക്രൂശിലൂടെ വരുന്ന മാന്യത അല്ലാതെ ആ അപമാനമാണ് നമ്മുടെ മാന്യത. യേശുവിനോടൊപ്പം അപമാനം സഹിക്കുന്നതാണ് നമ്മൾ ശരിക്കുമുള്ള മാന്യത എന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി പാപമാവുകയും നമ്മെ ദൈവത്തിന് നീതിയാക്കി മാറ്റുകയും ചെയ്ത ആ വലിയ രക്ഷാ പദ്ധതിയാൽ എനിക്കുണ്ടാകുന്ന വിശുദ്ധീകരണത്തിന്റെ എക്സ്പ്ലനേഷനാണ് 2 കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. എന്തൊക്കെയാണ് അതിനകത്ത് പ്രധാനപ്പെട്ട തീം എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഈ ശരീരം, അതിനു മുകളിൽ ധരിക്കാൻ നമുക്ക് സ്വർഗീയമായ ഒരു പ്രോമിസ്, സ്വർഗീയമായ ശരീരം അതെനിക്ക് കിട്ടുമെന്നുള്ള ഉറപ്പിന് ദൈവത്തിന്റെ ആത്മാവിന്റെ ദാനം അച്ചാരമായി നൽകപ്പെട്ടു. ഈ ആത്മാവ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ എപ്പോഴും വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിന്റെ കൂടെ ആയിരിക്കാൻ വളരെ വളരെ ഇഷ്ടപ്പെടുന്നു. അവനെ പ്രസാദിപ്പിക്കണമെന്ന് ശരീരത്തിൽ വസിച്ചാലും മരിച്ചാലും അവനെ പ്രസാദിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഞങ്ങൾക്ക് പഴയതിനെ നോട്ടമില്ല, ഞങ്ങൾ കാണാത്തതിനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന് മുമ്പിൽ എങ്ങനെ ജീവിക്കുന്നുള്ളത് ദൈവത്തിന് മുമ്പിൽ വെളിപ്പെട്ടിരിക്കുന്നു. പഴയത് തീർന്നു, പുതുതാണ് ജീവിക്കുന്നത് ഓരോ സമയത്തും. അതുകൊണ്ട് ഓരോ സമയത്തും കർത്താവിനോട് മരിക്കുന്ന ഒരു പ്രാവശ്യമാണ്, പക്ഷെ മരണത്തിന്റെ കൂട്ടായ്മ ഓരോ സമയവും നമ്മൾ അനുഭവിക്കുകയും അവന്റെ ജീവന്റെ പങ്കാളികളായി മാറുകയും ചെയ്യുന്നു എന്നീ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ ഇനി ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് നന്നാക്കുന്ന പരിപാടി അല്ല,
പഴയത് നന്നാക്കുന്ന പരിപാടിയല്ല, പുതിയത് ഉണ്ടാകുന്ന പരിപാടിയാണ്. പഴയത് തീർന്ന് പുതിയത് പോകും, പഴയത് തീർന്നു പോയി പുതിയത് പോകും, പഴയ സ്വഭാവങ്ങളെല്ലാം തീർന്നു പോയി. അപ്പൊ ശരിക്കും ഈ പഴയ സ്വഭാവം തീർന്നു പോയി എന്ന് വിശ്വാസമുണ്ടോ? തീർന്നു പോയി. ആ മരണത്തെ നമ്മൾ കൺഫസ് ചെയ്യുമ്പോൾ പഴയ സ്വഭാവം തീർന്നു പോയി നമുക്ക് ഉറപ്പാവും. അത് ഓരോ സമയത്തും പഴയ തീർന്നു പോയി. എത്ര വയലന്റ് ആയിട്ടുള്ള നേച്ചർ ഉണ്ടായിരുന്ന ആൾക്കാർക്കും ക്രിസ്തുവിലെ വിശ്വാസത്താൽ ആ പഴയ ജീവിതത്തിന്റെ മരണം അനുഭവിക്കാൻ പറ്റും, ആസ്വദിക്കാൻ പറ്റും. വി ക്യാൻ ഓൾ ടേസ്റ്റ് ഹിസ് ലൈഫ് ഇഫ് യു ആർ ഐഡന്റിഫൈങ് ourselves with his death. അവന്റെ മരണത്തിൽ നമ്മൾ പങ്കാളികളായി തീർന്നാൽ അവന്റെ ജീവന്റെ പുനരുത്ഥാനത്തിന്റെ ടേസ്റ്റ് അനുഭവിക്കാൻ, അവന്റെ ജീവന്റെ ടേസ്റ്റ് അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഗോഡ് ബ്ലസ് യു ഓൾ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ വിളിക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് കാൽവരി ക്രൂശിൽ മരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ കർത്താവെ സ്നേഹിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഇനി പഴയ ആ ജഡപ്രകാരം അറിയുന്ന ജീവിതമല്ല കർത്താവെ, അങ്ങ് ഞങ്ങളിൽ വസിച്ച് ആത്മാവിന്റെ ജീവൻ ഞങ്ങളിൽ വെളിപ്പെട്ട് ആ ക്രൂശിലെ എക്സ്ചേഞ്ച് വഴി കർത്താവെ ആ എക്സ്ചേഞ്ച് ലൈഫ് അനുഭവിക്കുവാൻ, ക്രിസ്തുവിന്റെ ജീവൻ വിശ്വാസത്താൽ അനുഭവിക്കുവാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഒന്ന് രണ്ട് സംശയങ്ങൾ വന്നിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3:5 ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 3:5 വായിക്കാം. ആമേൻ ആമേൻ എന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കിടപ്പാൻ ആർക്കും കഴിയില്ല. ഈ ജനിക്കുക എന്നുള്ള വാക്ക്, വീണ്ടും ജനിക്കുക, വീണ്ടും ജനിക്കാതെന്നാണ് കർത്താവ് ആദ്യം പറയുന്നത്. വീണ്ടും ജനിക്കുക എന്നുള്ള പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നമുക്കൊരു കാര്യം അറിയാം, വീണ്ടും ജനിക്കുന്ന ജഡത്താലല്ല ആത്മാവിനാലാണ്. ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവ് ജീവിപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 6:63 വാക്യത്തിൽ വായിക്കുന്നു. മാംസം കൊണ്ട് ഒരു പ്രയോജനവുമില്ല, ജീവിപ്പിക്കുന്ന ആത്മാവാകും. അപ്പൊ ശരിക്കും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന പുതിയ ജീവൻ ജഡത്തിൽ നിന്ന് വരുന്നതല്ല, ജഡത്താൽ ജനിച്ചതെല്ലാം ജഡമാണ്. വെള്ളം ഒരു ഫിസിക്കൽ കമ്പണന്റ് ആണ്, അതിനകത്തൂടെ ഒരിക്കലും ആത്മീയ ജീവിതം ഉണ്ടാവില്ല. ആത്മീയ ജീവൻ ഉണ്ടാകുന്ന എപ്പോഴും ആത്മാവിനാലാണ്. ക്രിസ്തുവിന്റെ ജീവൻ നമ്മൾ ഉണ്ടാകുന്ന ആത്മാവിനാലാണ്. അപ്പൊ വെള്ളത്തിന്റെ കോൺട്രിബ്യൂഷൻ അവിടെ എന്താണ്? എങ്ങനെയാണ് നമ്മൾ വീണ്ടും ജനിക്കുന്നത്? വീണ്ടും ജനിക്കുന്നത് എന്തെങ്കിലും ഒരു ആക്ട് വഴിയല്ല, ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വഴിയാണ്. നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും പ്രവൃത്തിയാൽ നമുക്ക് ജനിക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ എല്ലാം ഒരു കാലത്ത് കുഞ്ഞുങ്ങളായിട്ട് ജനിച്ചവരാ അല്ലെ? നമ്മൾ എന്ത് ചെയ്തിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളായിട്ട് ജനിച്ചത്? നമ്മളൊന്നും ചെയ്തില്ല. നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ ജീവൻ തരുമായിരുന്നു. അതുപോലെ തന്നെ ഉയരത്തിൽ നിന്നുള്ള ജീവനും നമ്മൾ എന്തെങ്കിലും ചെയ്ത് സാധിക്കുന്നതല്ല, ദൈവം സൗജന്യമായി നൽകുന്നതാണ്. ഈ ദൈവം സൗജന്യമായി നൽകുമ്പോൾ ഒരു കാര്യമുണ്ട്, പുതിയത് വരുമ്പോൾ പഴയത് നീങ്ങിപ്പോകും. അവിടെ ഒരേ സമയത്ത് മരണത്തിന്റെയും പുനരുത്ഥാനത്തിന്റെ വീണ്ടും ജനനത്തിന്റെ ആത്മാവിന്റെ ജീവന്റെയും കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മ നമ്മൾ അനുഭവിക്കുകയാണ് പുതിയ ജനനത്തിൽ നമ്മൾ ചെയ്യുന്നത്. അത് ആത്മാവിനാൽ മാത്രമാണ് സംഭവിക്കുന്നത്. വെള്ളമെന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആ ഒരു പ്രിപ്പറേഷനാണ്. അതായത് ഐ ഡൈഡ് വിത്ത് ഹിം, ഞാൻ മരിച്ചു, ഇനി ഞാനില്ല. അതാണ് സ്നാനം. എപ്പോഴും സ്നാനം മരണത്തെ കാണിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഫിസിക്കൽ സ്നാനത്തെ കുറിച്ചല്ല വാക്യം, അതിലേക്ക് നമ്മളെ നയിക്കുന്ന ആത്മീകമായ തിരിച്ചറിയലിനെ കുറിച്ചാണ്. ഐ ഡൈഡ് എന്നുള്ള റിയലൈസേഷനിലേക്കാണ് ആ വെള്ളം നമ്മളെ എത്തിക്കുന്നത്. വീണ്ടും ജനനം എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ടാണ്. അതേ സമയത്ത് രക്ഷിക്കപ്പെടുക എന്നുള്ളൊരു വാക്ക് പറഞ്ഞെങ്കിൽ നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 16:16 പറയുന്ന പോലെ വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും രക്ഷിക്കപ്പെടും എന്നുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രക്ഷ ഒരു ലോങ് പ്രോസസ്സാണ്. അതിൽ അനുസരണത്തിന്റെ പല തലങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം ദൈവമാണ് ചെയ്യുന്നത്, നമ്മളല്ല ചെയ്യുന്നത്. ആ സാങ്ക്ടിഫിക്കേഷനകത്ത് അതെല്ലാം വരുന്ന കാര്യമാണ്. ഇറ്റ്സ് നോട്ട് കമ്മിങ് അണ്ടർ ജസ്റ്റിഫിക്കേഷൻ. സാങ്ക്ടിഫിക്കേഷൻ, അതായത് വിശദീകരണത്തിന്റെ തലത്തിൽ നമുക്ക് ഒത്തിരി അനുസരണമുണ്ട്. സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള അല്ല അനുസരണം, നമ്മളെ വിശദീകരിക്കാൻ വേണ്ടിയാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി മുന്നമേ ഒരുക്കിയിരിക്കുന്ന അനുസരണമാണ്. പക്ഷെ വീണ്ടും ജനനത്തിനകത്ത് യാതൊന്നുമില്ല. അത് ദൈവത്തിന്റെ സമ്പൂർണമായ ഫ്രീ ഗിഫ്റ്റാണ്. ആ ഫ്രീ ഗിഫ്റ്റാണ് നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിനോട് മരിച്ചു, നമ്മൾ പുനരുത്ഥാനം ചെയ്തപ്പോഴാണ്. യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്തപ്പോൾ നമ്മൾ പുനരുത്ഥാനം ചെയ്തു. അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റു എങ്കിൽ എന്നാണ് കൊളോസ്യ ലേഖനം 3:1 പറയുന്നത്. എഫേസ്യർ 2:6 പറയുന്നു, നമ്മ അവനോടുകൂടെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. നമ്മളിപ്പോ ശരിക്കും വിശ്വാസത്താൽ നോക്കിയാൽ സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. എന്നാൽ കാഴ്ചയിൽ നോക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തിലാണ്. പുനരുത്ഥാനം എല്ലാം കർത്താവിൽ അത് കഴിഞ്ഞു, നമ്മളത് അനുഭവിക്കാൻ പോവുകയാണ്.